ഇടിവെട്ടി മഴ പെയ്യുന്നുണ്ട്. ചിലപ്പോൾ കണക്ഷൻ കട്ടാവുകയാണെങ്കിൽ മറ്റു പരിപാടികൾ ക്രമത്തിൽ നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്ന് വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ 92ാം അനുസ്മരണ ദിനമാണ്. ആധുനിക കേരള ചരിത്രത്തിൽ നമ്മൾ അച്ചടി യന്ത്രങ്ങൾ കണ്ടുപിടിക്കപ്പെടുകയും കേരളത്തിൽ പ്രസിദ്ധീകരണങ്ങളും സൃഷ്ടികളും ഒക്കെ സംഭവിക്കുകയും ചെയ്ത സന്ദർഭങ്ങളിലൊക്കെ പല സന്ദർഭങ്ങളിലും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് നേരെയുള്ള ഘടകങ്ങളുടെ ഉറയൂരലുകൾ നടന്നിട്ടുണ്ട്. അത്തരം സന്ദർഭങ്ങളെയൊക്കെ അതിജീവിച്ച, പ്രതിരോധിച്ച ഒരുപാട് മനുഷ്യരുടെ ഓർമ്മകളും സാന്നിധ്യവും ഒക്കെയാണ് സ്വാതന്ത്ര്യത്തെക്കുറിച്ചും ജനാധിപത്യത്തെക്കുറിച്ചും ഒക്കെയുള്ള നമ്മുടെ പ്രതീക്ഷകളെയൊക്കെ ജ്വലിപ്പിച്ച് നിർത്തുന്നത്. വക്കം അബ്ദുൽ ഖാദർ മൗലവിയെ കുറിച്ച് ഇവിടെ കൂടിയിരിക്കുന്ന ആളുകൾക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യങ്ങളില്ല. ഔപചാരികതയ്ക്ക് വേണ്ടി ചില കാര്യങ്ങൾ പറയാം. 1873 ജനിച്ച് 1932 അന്തരിച്ച വക്കം അബ്ദുൽ ഖാദർ മൗലവി സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകനും എഴുത്തുകാരനും പത്രപ്രവർത്തകനും ദീപിക, മുസ്ലിം, അൽ ഇസ്ലാം തുടങ്ങിയ മാസികകളുടെ പത്രാധിപരുമായിരുന്നു അദ്ദേഹം. എഴുത്തിനെയും സ്വാതന്ത്ര്യത്തെയും കുറിച്ച് നല്ല ബോധ്യമുണ്ടായിരുന്ന മൗലവി ലോക വൈജ്ഞാനിക മേഖലകളിൽ നിന്നുള്ള മൗലികധാരകളെ കേരളത്തിന് പരിചയപ്പെടുത്തി ഒരു ജനതയുടെ മുന്നോട്ടുള്ള കുതിപ്പിന് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിയ മനീഷിയാണ്. സ്വന്തം സമുദായം മാത്രമല്ല, ഒരു ജനതയുടെ ആകെ മുന്നോട്ടുള്ള പോക്കിന് മൗലവി നൽകിയ സംഭാവനകളൊക്കെ നമ്മൾ സ്മരിക്കാറുണ്ട്. ദേശവും കാലവും ഒക്കെ കടന്നു പോകുന്ന അദ്ദേഹത്തിന്റെ ചിന്തകളും പ്രവർത്തനങ്ങളും സാമൂഹിക നവീകരണത്തിന്റെയും സാമുദായിക സൗഹാർദ്ദത്തിന്റെയും ഒക്കെ ദൃഷ്ടാന്തങ്ങളാണ്. മേൽ സൂചിപ്പിച്ച പല പ്രസിദ്ധീകരണങ്ങൾ, അതില് മുസ്ലിം, അൽ ഇസ്ലാം എന്നൊക്കെ പറയുന്ന പ്രസിദ്ധീകരണങ്ങൾ സമുദായത്തിനകത്താണ് പ്രസിദ്ധീകരിച്ചത് എങ്കിൽ പോലും അതിനകത്തൊക്കെ എല്ലാ ആളുകളെ കൊണ്ടും അദ്ദേഹം രചനകൾ നിർവഹിപ്പിച്ചിരുന്നു എന്നത് ശ്രദ്ധേയമാണ്. ഈ അനുസ്മരണ സമ്മേളനം ഈ ചടങ്ങ് തുടങ്ങുന്നതിന് മുമ്പ് ഒരു 2 കാര്യങ്ങൾ കൂടെ ഇവിടെ അറിയിക്കേണ്ടതുണ്ട്. അതിലൊന്ന് വക്കം മൗലവി സ്മാരക പുരസ്കാരത്തെ കുറിച്ചാണ്. പ്രശസ്ത പത്രപ്രവർത്തകനായ TJS ജോർജിനെ 2024 വക്കം മൗലവി സ്മാരക പുരസ്കാരത്തിന് തെരഞ്ഞെടുത്ത വാർത്ത നമ്മളെല്ലാവരും ഇന്ന് അറിഞ്ഞിട്ടുണ്ടാവും. വക്കം മൗലവി മെമ്മോറിയൽ ആൻഡ് റിസർച്ച് സെന്റർ ഏർപ്പെടുത്തിയ പുരസ്കാരം TJS ജോർജിന് നൽകാനുണ്ടായ കാരണം അദ്ദേഹത്തിന്റെ പത്ര സ്വാതന്ത്ര്യത്തിനായുള്ള സംഭാവനകളും പ്രവർത്തനങ്ങളെയും ഒക്കെ പരിഗണിച്ചുകൊണ്ടാണ്. TJS ജോർജിനെ കേരളത്തിൽ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. പ്രമുഖ എഴുത്തുകാരനും കോളമിസ്റ്റും ജീവചരിത്രകാരനും ഒക്കെയാണ് അദ്ദേഹം. അന്താരാഷ്ട്ര തലത്തിൽ അറിയപ്പെടുന്ന മാധ്യമ പ്രവർത്തകനാണ് അദ്ദേഹം. ഫാർ ഈസ്റ്റേൺ എക്കണോമിക് റിവ്യൂ, ദ ഫ്രീ പ്രസ് ജേണൽ, ഏഷ്യ വീക്ക്, ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് തുടങ്ങി നിരവധി പ്രസിദ്ധീകരണങ്ങളിൽ അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. 2011 അദ്ദേഹത്തിന് പത്മഭൂഷൺ ലഭിച്ചിരുന്നു. ഈ അവാർഡ് ഡിസംബറിൽ സംഘടിപ്പിക്കുന്ന ചടങ്ങിൽ വെച്ച് സമ്മാനിക്കും. മറ്റൊരു കാര്യം, നമ്മുടെ നേരത്തെ സൂചിപ്പിച്ച വക്കം മൗലവി പത്രാധിപരായിരുന്ന മുസ്ലിം എന്ന മാസികയുടെ പുനഃപ്രസിദ്ധീകരണത്തെ കുറിച്ചാണ്. അതിന്റെ കുറച്ച് വാള്യങ്ങൾ സമാഹരിക്കപ്പെട്ടിട്ടുണ്ട്. അതിന്റെ ആദ്യ വാള്യം വക്കം മൗലവി നമ്മുടെ റിസർച്ച് സെന്ററും അതുപോലെ തന്നെ യോധ ബുക്സും ചേർന്ന് പ്രസിദ്ധീകരിക്കുന്നുണ്ട്. അതിന്റെ പ്രകാശനം നവംബറിൽ നടക്കുന്ന ഷാർജ അന്തർദേശീയ പുസ്തകോത്സവത്തിൽ നിർവഹിക്കും. അതിനുശേഷം കേരളത്തിലും അതിന്റെ പ്രകാശന ചടങ്ങ് നടക്കും. നമുക്ക് ഇന്നത്തെ അനുസ്മരണ പ്രഭാഷണ ചടങ്ങിലേക്ക് കിടക്കാം. ഇവിടെ ഈ പ്രഭാഷണം നടത്തുന്നത് ഡോക്ടർ മീന ടി പിള്ളയാണ്. നമ്മുടെ വിഷയമായ എഴുത്തും സ്വാതന്ത്ര്യവും എന്ന വിഷയത്തെ അധികരിച്ചുകൊണ്ട് ഡോക്ടർ മീന നമ്മളോട് സംസാരിക്കും. ഇന്നത്തെ ഈ പ്രഭാഷണത്തിലും ചർച്ചയിലും ഈ വിഷയത്തിന്റെ വിവിധ തലങ്ങൾ ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട്. സമകാലിക ലോകത്ത് ഏറെ വെല്ലുവിളികൾ നേരിടുന്ന ഒരു വിഷയമാണിത്. സ്വാതന്ത്ര്യമില്ലാതെ എഴുത്തും എഴുത്തില്ലാത്ത സ്വാതന്ത്ര്യവും കൊണ്ട് ഒരു പ്രയോജനവുമില്ലാത്ത ഒരു ലോകത്തിലാണ് നാം ഇന്ന് ജീവിക്കുന്നത്. പരസ്പര പൂരകമായ ഇവ രണ്ടും നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട അതിജീവനത്തിന് വളരെ പ്രധാനമായ കാര്യമാണ് എന്നറിയാം. ഡോക്ടർ മീന ടി പിള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇംഗ്ലീഷ് പ്രൊഫസറും കേരള സർവകലാശാലയിലെ സാംസ്കാരിക പഠന കേന്ദ്രത്തിന്റെ ഡയറക്ടറുമാണ്. ഒരു വിശിഷ്ട പണ്ഡിതയായ ഡോക്ടർ മീന
ഒഹോയോ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഫുൾബ്രൈറ്റ് ഡോക്ടർ ഫെലോയും കോൺകോർഡിയ യൂണിവേഴ്സിറ്റിയുടെ മെൽഹോപ്പൻ ഹെയിംസ് സ്കൂൾ ഓഫ് സിനിമയിലെ ശാസ്ത്രി ഫെലോയും സസെക്സ് യൂണിവേഴ്സിറ്റിയിലെ മീഡിയ സ്റ്റഡീസ് സെന്ററിൽ കോമൺവെൽത്ത് ഫെലോയുമായിട്ടുണ്ട്. മലയാള സിനിമയിലെ വിമൻ എഡിറ്റിംഗ്, നാച്ചുറലൈസിംഗ് ജെൻഡർ ഹയറാർക്കീസ്, റൂട്ട്ലെഡ്ജ് ഹാൻഡ് ബുക്ക് ഓഫ് ഇന്ത്യൻ സിനിമാസ്, ബിയോണ്ട് ബോളിവുഡ്, ദ സിനിമാസ് ഓഫ് സൗത്ത് ഇന്ത്യ തുടങ്ങിയവ ഡോക്ടർ മീനയുടെ അക്കാദമിക് സംഭാവനകളിൽ പ്രധാനമാണ്. അക്കാദമിക മേഖലക്കപ്പുറം ഫെമിനിസ്റ്റ് മേഖലയിൽ പ്രതിജ്ഞാബദ്ധയായ ഡോക്ടർ മീന ഇംഗ്ലീഷ് പ്രാദേശിക പത്രങ്ങൾക്കായി കോളങ്ങൾ എഴുതുകയും ടെലിവിഷൻ, റേഡിയോ ചർച്ചകളിൽ പങ്കെടുക്കുകയും ചെയ്യാറുണ്ട്. ഡോക്ടർ മീനയുടെ ഫുൾബ്രൈറ്റ് നെഹ്റു പ്രോജക്റ്റ് വളരെയേറെ ചർച്ച ചെയ്യപ്പെട്ട ഫെമിനിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ ആഗോളപരതയെ വിശകലനം ചെയ്തുകൊണ്ടുള്ള ഒരു കൃതിയാണ്. നിരവധി ദേശീയ, അന്തർദേശീയ അവാർഡുകളും ഫെലോഷിപ്പുകളും ഡോക്ടർ മീന നേടിയിട്ടുണ്ട്. ഈ മീറ്റിംഗിന്റെ അധ്യക്ഷനായിരിക്കുന്ന ശ്രീ എസ് ഹരീഷും അതുപോലെ നമുക്ക് സുപരിചിതനാണ്. എഴുത്തും സ്വാതന്ത്ര്യം എന്ന വിഷയത്തിൽ ഇന്ന് അധ്യക്ഷ സ്ഥാനത്തിരിക്കാൻ എന്തുകൊണ്ടും യോഗ്യനായ മലയാള സാഹിത്യത്തിനും സിനിമക്കും നിരവധി സംഭാവനകൾ നൽകിയ എഴുത്തുകാരനും വിവർത്തകനുമാണ്, തിരക്കഥാകൃത്തുമാണ് എസ് ഹരീഷ്. അദ്ദേഹത്തിന്റെ ആദ്യ നോവലായ മീശ ദേശീയ ശ്രദ്ധ നേടിയിട്ടുള്ള നോവൽ കൃതിയാണ്. കേരളത്തിലേറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു കൃതിയാണ്. 20ാം നൂറ്റാണ്ടിന്റെ മധ്യത്തിൽ കേരളത്തിലെ ജാതി ചലനാത്മകതയുടെ വേറിട്ട പര്യവേഷണത്താൽ അടയാളപ്പെടുത്തിയ കൃതിയാണ് മീശ. മീശ പിന്നീട് ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടു. 2020 സാഹിത്യത്തിനുള്ള JCB പുരസ്കാരം നേടിയിട്ടുണ്ട്. ഹരീഷിന്റെ സാഹിത്യ സപര്യ ആരംഭിക്കുന്നത് ചെറുകഥാ സമാഹാരമായ രസവിദ്യയുടെ ചരിത്രം എന്ന കൃതിയിലൂടെയാണ്. അദ്ദേഹത്തിന് 2016 മികച്ച കഥാകൃത്തിനുള്ള കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കഥയെ അടിസ്ഥാനമാക്കി 2018 പുറത്തിറങ്ങിയ ഏതൻ എന്ന സിനിമയും അദ്ദേഹത്തിന്റെ മാവോയിസ്റ്റ് എന്ന കഥയിൽ നിന്ന് ലിജോ ജോസ് പെല്ലിശ്ശേരി സ്വീകരിച്ച ജല്ലിക്കെട്ടും 2020 അക്കാദമിക് അവാർഡിൽ ഇന്ത്യയുടെ ഔദ്യോഗിക എൻട്രിയായി മാറിയതോടെ അദ്ദേഹത്തിന്റെ കൃതികൾ സിനിമയെയും സ്വാധീനിച്ചിട്ടുണ്ട്. ഏതനിലെ മികച്ച അവലംബിത തിരക്കഥയ്ക്കുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡും മറ്റ് നിരവധി അംഗീകാരങ്ങളും ഹരീഷിന് ലഭിച്ചിട്ടുണ്ട്. സമകാലിക മലയാള സാഹിത്യത്തിലും സിനിമയിലും ശ്രദ്ധേയനായ സാന്നിധ്യമാണ് ശ്രീ ഹരീഷിൻ്റെത്. അധ്യക്ഷനായ ശ്രീ എസ് ഹരീഷിനും ഡോക്ടർ മീന ടി പിള്ളയ്ക്കും മെമ്മോറിയൽ സെന്ററിന്റെ പേരിൽ ഹാർദവമായ സ്വാഗതം ആശംസിക്കുന്നു. ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന എല്ലാ സുഹൃത്തുക്കളെയും വക്കമൗലവി സ്മാരക ഗവേഷണ കേന്ദ്രത്തിന്റെ പേരിൽ സ്വാഗതം പറഞ്ഞുകൊണ്ട് പ്രഭാഷണത്തിനും ചർച്ചകൾക്കും തുടക്കമിടാനായി അധ്യക്ഷ സ്ഥാനത്തേക്ക് എസ് ഹരീഷിനെ സ്നേഹാദരപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് എല്ലാവരെയും ഒന്നുകൂടെ സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. പ്രിയപ്പെട്ടവരെ, കേൾക്കാമല്ലോ അല്ലേ? പ്രിയപ്പെട്ടവരെ, വളരെ സന്തോഷമുണ്ട് ഇങ്ങനൊരു പരിപാടിയിൽ അധ്യക്ഷനായി എന്നെ ക്ഷണിച്ചത്. സത്യത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് ഒരു പരിപാടിയുടെ അധ്യക്ഷനായിരിക്കുന്നത്. വേറെ പല പരിപാടി ചെയ്തിട്ടുണ്ടെങ്കിലും അധ്യക്ഷനായിട്ട് ആദ്യമായിട്ടാണ് ഇരിക്കുന്നത്. അതിൽ വളരെ സന്തോഷം. പ്രത്യേകിച്ചും ഇങ്ങനെ ഒരു വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന പരിപാടിയായത്. മീനാറ്റിപ്പിള്ള ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ ആഴത്തിൽ സംസാരിക്കും. വക്കമൂലിയെക്കുറിച്ച് സ്വാഗത പ്രസംഗം പറഞ്ഞ പോലെ നമ്മൾ പ്രത്യേകം പറയേണ്ട കാര്യമില്ല. സ്വാതന്ത്ര്യ സമര സേനാനി, ഒരുപാട് നവോത്ഥാന നായകൻ, ചിന്തകൻ, എഴുത്തുകാരൻ, ഒരുപാട് വിശേഷങ്ങൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ഇപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് തോന്നുന്നത്, ഈ ചർച്ച നടക്കുന്ന സമയത്ത് അദ്ദേഹം സ്വാതന്ത്ര്യത്തിന് വേണ്ടി പ്രവർത്തിച്ച ആളായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് തോന്നുന്നത്. കാരണം നമുക്കറിയാം അദ്ദേഹത്തെ ഇന്ന് ഓർത്തിരിക്കുന്ന, അല്ലെ സാമാന്യ ജനങ്ങൾ ഓർത്തിരിക്കുന്ന, അല്ലാത്ത ഒരുപാട് സംഭാവനകൾ അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട്. സാധാരണ മനുഷ്യർ ഓർത്തിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സ്വദേശാഭിമാനി എന്ന പത്രം നടത്തിയതിൻ്റെയാണ്. അത് നമ്മൾ ഇന്ന് ചിന്തിക്കുന്ന പോലെ ഒരു ചെറിയ കാര്യമല്ലായിരുന്നു. കാരണം തിരുവിതാംകൂർ തികഞ്ഞ ഏകാധിപത്യം നിലനിന്ന ഒരു രാജഭരണം നിലനിന്ന ഒരു രാജ്യമായിരുന്നു. രാജഭരണവും കർശനമായ ദിവാന്റെ ഭരണവും എല്ലാം നിലനിന്ന ഒരു രാജ്യമായിരുന്നു. അവിടെയാണ് വക്കമൂലിയെ പോലെ ഒരാൾ ഒരു പത്രം നടത്തി അതിൽ എങ്ങനെയും എഴുതാനുള്ള ഒരു പരിപൂർണ സ്വാതന്ത്ര്യം ഒരു പത്രാധിപർ കൊടുക്കും, എങ്ങനെയും നടത്താനുള്ള പരിപൂർണ സ്വാതന്ത്ര്യം പത്രാധിപർ കൊടുക്കും. അത് ഇന്നത്തെ ഇന്ത്യൻ ജനാധിപത്യ രാജ്യത്ത് പോലും പ്രായോഗികമായ ഒരു കാര്യമല്ല. ഇന്നും ആരും അത് ചെയ്യാറില്ല. ഒരുപക്ഷെ കേരളത്തിന്റെ ചരിത്രത്തിൽ ആരും അങ്ങനെ ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്ര പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് എന്തെല്ലാം കുഴപ്പങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടാകാം, അദ്ദേഹത്തിന്റെ ജീവിതത്തിനുണ്ടാകാം, അദ്ദേഹത്തിന്റെ ബാക്കി കാര്യങ്ങൾക്കുണ്ടാകാം.
അദ്ദേഹത്തിന് പ്രവർത്തന മേഖലയിൽ ഉണ്ടാകാം. അതൊന്നും ചിന്തിക്കാതെ അതൊരു അപൂർവ സംഭവമാണ് തീർച്ചയായിട്ടും. അങ്ങനെ അങ്ങനെ ഒന്ന് വേറെ സംഭവിച്ചിട്ടില്ലെന്ന് തന്നെ പറയാം. അതായത് സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള ഒരു ഉറച്ച തീരുമാനമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ദിവസം അക്കാര്യം ഓർമ്മിക്കുന്നതാണ് കൂടുതൽ പ്രസക്തമാകുക എന്ന് ഞാൻ കരുതുന്നു. അതായത് നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം എന്ന് കരുതുന്നു. എഴുത്ത് തീർച്ചയായിട്ടും മനുഷ്യനെ സ്വതന്ത്രനാക്കുന്ന ഒരു പ്രവർത്തനം തന്നെയാണ്. എന്ന് പറഞ്ഞാൽ എഴുത്തിൽ കൂടിയാണ് മനുഷ്യൻ സ്വതന്ത്രനായത്. അപരിമിതമായിട്ട് ഭാവന ചെയ്യാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നു, നമ്മളെ പഠിപ്പിക്കുന്നു. ഏഹ് പുതിയ കാര്യങ്ങളിലേക്ക് നടന്നെത്താൻ നമ്മളെ പഠിപ്പിക്കുന്നു. ഇതെല്ലാം എഴുത്തിന്റെ ഒരു സംഭാവന തന്നെയാണ്. അതായത് നമ്മളൊരു മനുഷ്യൻ എഴുത്ത് കണ്ടുപിടിച്ചിട്ട് ലിറ്ററലി ആ കാര്യം എടുക്കുകയാണെങ്കിൽ ഏതാണ്ട് 5000 വർഷമായിട്ടുള്ളൂ. നമ്മുടെ ചിന്തകൾ രേഖപ്പെടുത്തി വെക്കാൻ തുടങ്ങിയിട്ട് അതുകൊണ്ട് തന്നെ 5000-ൽ താഴെ വർഷമേ ആയുള്ളൂ. അതിനുശേഷമുള്ള ഓരോ കാലയളവിലും മനുഷ്യൻ കൂടുതൽ 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 സ്വതന്ത്രമായി വരികയാണ് നമുക്ക് കാണാം. അത് എഴുത്തിന്റെ കൂടി സംഭാവനയാണ്. നമ്മൾ നമ്മുടെ ചിന്തകൾ വരും തലമുറയ്ക്ക് കൈമാറ്റം ചെയ്തത് എഴുത്തിൽ കൂടിയാണ്. അതാണ് നമ്മളെ മാറ്റിയത് തീർച്ചയായിട്ടും. എഴുത്താണ് നമുക്ക് അപരിമിതമായ സ്വാതന്ത്ര്യത്തിലേക്ക് നമ്മളെ അടുക്കാൻ സഹായിക്കുന്ന ഒരു ഘടകം എഴുത്താണ്. നമ്മൾ ഈ എഴുത്തും സ്വാതന്ത്ര്യവും എന്നുള്ള വിഷയം തീർച്ചയായിട്ടും പലതവണ ഒരുപാട് തവണ ചർച്ച ചെയ്തിട്ടുള്ള കാര്യമാണ്. പലർ ചർച്ച ചെയ്തിട്ടുള്ള കാര്യമാണ്. പല കാലയളവിൽ ചർച്ച ചെയ്തിട്ടുള്ളത്. പക്ഷെ ഇപ്പോഴും അത് ചർച്ച ചെയ്യുന്നത് വളരെ പ്രസക്തിയുണ്ട്. കാരണം ഇത് ഓരോ തവണയും ചർച്ച ചെയ്തുകൊണ്ടിരുന്നാൽ മാത്രമേ നമ്മൾ കൂടുതൽ സ്വതന്ത്രരാകുകയും നമുക്ക് കൂടുതൽ എഴുതാനും അല്ലാതെ സ്വതന്ത്രമായിട്ട് ആശയപ്രകാശമുള്ള സ്വാതന്ത്ര്യം ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ അത് നിരന്തരമായിട്ട് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയമാണ്. എത്ര ചർച്ച ചെയ്താലും മുഷിയാത്ത, എത്ര ചർച്ച ചെയ്താലും തീരാത്ത ഒരു വിഷയമാണ് എഴുത്തും സ്വാതന്ത്ര്യവും എന്ന് തന്നെയാണ് വളരെ പ്രധാനം. ഇത് എഴുത്തിനുള്ള സ്വാതന്ത്ര്യം അല്ലെ എഴുത്തിന് വേണ്ട സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ അതൊരു പക്ഷേ കേവലമായ എഴുത്തിന് വേണ്ടിയുള്ള സ്വാതന്ത്ര്യം മാത്രമല്ല, എഴുത്തുകാരുടെ സ്വാതന്ത്ര്യമല്ല. അല്ലെങ്കിൽ അത് പ്രധാനമായിട്ടും അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന ഒരു വലിയ കാര്യത്തിന് വേണ്ടിയുള്ള പ്രവർത്തനം കൂടിയാണ്. എഴുത്തിനുള്ള സ്വാതന്ത്ര്യവും അഭിപ്രായ സ്വാതന്ത്ര്യവും വളരെ ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത്. യാതൊരു സംശയവുമില്ല. കാരണം ഇത് എല്ലാ മനുഷ്യരെയും ബാധിക്കുന്ന കാര്യം. അല്ലാതെ കുറച്ചുപേരെ അല്ലെങ്കിൽ എഴുതുന്ന കുറച്ചുപേരെ മാത്രം ബാധിക്കുന്ന ഒരു കാര്യമേ അല്ല. ഇത് എല്ലാ വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളെയും ബാധിക്കുന്ന ഒരു കാര്യമാണ് സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അത് അഭിപ്രായ സ്വാതന്ത്ര്യമായിട്ട് വളരെ അധികം ബന്ധപ്പെട്ടായിരിക്കുന്നത്. നമ്മളൊരു മനുഷ്യൻ സമൂഹജീവിയാണ്. കടുവയെ പോലെ ഒറ്റയ്ക്ക് നടക്കുന്ന ഒരാളല്ല. നമുക്ക് കൂട്ടമായിട്ട് ജീവിക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമുക്ക് സമൂഹവുമായിട്ട് പല കാര്യങ്ങളും പൊരുത്തപ്പെടേണ്ടി വരും. നമ്മുടെ കാര്യങ്ങൾ മാറ്റിവെച്ച് സമൂഹത്തിനനുസരിച്ച് ജീവിക്കുകയും സമൂഹത്തിന്റെ അഭിപ്രായങ്ങൾക്കൊത്ത് നിലപാടുകൾ എടുക്കുകയൊക്കെ ചെയ്യേണ്ട പല സന്ദർഭങ്ങളും ഉണ്ടാകേണ്ടി വരും. കാരണം നമ്മൾ സമൂഹജീവിയാണ്. പക്ഷെ അതേസമയം തന്നെ വ്യക്തി എന്ന നിലയിൽ നമുക്കൊരു പൂർണ്ണ സ്വാതന്ത്ര്യവും ആവശ്യമുണ്ട്. എങ്കിൽ മാത്രമേ നമ്മളൊരു സമൂഹം എന്ന നിലയിൽ വളരാനും വ്യക്തി എന്ന നിലയിൽ വളരാനും സാധിക്കുകയുള്ളൂ. അല്ലാതെ ഇത് തമ്മിൽ സമരസപ്പെട്ടു പോകണം. സമൂഹത്തോട് പൊരുത്തപ്പെടുന്നതും നമ്മുടെ വ്യക്തി എന്ന രീതിയിലുള്ള സ്വാതന്ത്ര്യവും തമ്മിൽ പൊരുത്തപ്പെട്ടു പോയാൽ മാത്രമേ ഇക്കാര്യത്തിൽ നമുക്ക് മനുഷ്യന് മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ. എഴുത്ത് ഞാൻ വിചാരിക്കുന്ന ഒരു ജനാധിപത്യ പ്രവർത്തനം തന്നെയാണ് എഴുത്തെന്നാണ് വിചാരിക്കുന്നത്. ജനാധിപത്യം എന്ന് പറഞ്ഞാൽ നാട്ടുകാർ പറയുന്നതനുസരിച്ച് എഴുതണം എന്ന അഭിപ്രായത്തിലല്ല, പൊതുബോധത്തിനനുസരിച്ച് എഴുതണം എന്ന അഭിപ്രായത്തിലേ അല്ല ഇക്കാര്യം പറയുന്നത്. കാരണം എഴുത്ത് ജനാധിപത്യം ആകുന്നത് എഴുത്തെന്ന് പറഞ്ഞാൽ പ്രാഥമികമായിട്ടും ഒരാൾ പറയുന്നത് മറ്റൊരാൾ കേൾക്കണം എന്ന ആശയത്തിൽ നിന്നുണ്ടാകുന്ന കാര്യമാണ്. ഒരു എഴുത്തുകാരൻ എഴുതുന്നത് അല്ലെങ്കിൽ പറയുന്നത് മറ്റൊരാൾ കേൾക്കണം എന്ന ആഗ്രഹത്തിലാണ്, അല്ലാതെ വായിക്കണമെന്ന ആഗ്രഹത്തിൽ. തിരിച്ച് മറ്റൊരാളെ വായിക്കണമെന്ന ആഗ്രഹത്തിലാണ് അത് വായിക്കുന്നത്. അതാണ് ജനാധിപത്യത്തിന് പ്രാഥമികമായ രൂപം. അതായത് മറ്റൊരാൾ കേൾക്കുക, മറ്റൊരാൾ പറയുന്ന ആശയത്തിന് ചെവി കൊടുക്കുക, അവരെ മനസ്സിലാക്കുക. അത് ജനാധിപത്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് എഴുത്ത് ജനാധിപത്യമാകുന്നത്. അതുകൊണ്ട് തന്നെയാണ് അതിനെ നിയന്ത്രിക്കണമെന്ന് ഭരണാധികാരികൾ എപ്പോഴും ചിന്തിക്കുന്നത്. ജനാധിപത്യം എന്ന് പറയുന്നത് വളരെ സ്വാഭാവികമായിട്ട് മനുഷ്യ ചരിത്രത്തിൽ രൂപപ്പെട്ടു വന്നൊരു കാര്യമാണ്. ഇപ്പം കമ്മ്യൂണിസം പോലെ ആരെങ്കിലും പറഞ്ഞ് ഒരു മനുഷ്യരിൽ ഏൽപ്പിക്കുന്ന ഒരു കാര്യമല്ല. അത് സ്വാഭാവികമായിട്ടും മനുഷ്യ ചരിത്രത്തിൽ കൂടെ നമ്മൾ ഒരു ഗോത്രവർഗ കാലയളവ് മുതൽ നമ്മുടെ കൂടെ ഉണ്ടായി പതുക്കെ 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 വികസിച്ച് വന്ന ഒരു കാര്യമാണ് ജനാധിപത്യം. നമ്മുടെ കൂടെ സ്വാഭാവികമായിട്ട് കുടുംബം ഉണ്ടായി വന്നതുപോലെ മനുഷ്യന്റെ ഒരു ചരിത്രഘട്ടത്തിൽ ആണെന്ന് തോന്നി അവൻ പതുക്കെ രൂപപ്പെടുത്തിയ ഒരു കാര്യം. അതുകൊണ്ട് തന്നെ അതിനോട് ചേർന്ന് നിൽക്കുന്ന കാര്യമാണ് എഴുത്ത്. അതിനെ ബലപ്പെടുത്തുന്ന കാര്യമാണ് എഴുത്ത് ജനാധിപത്യം എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. മുമ്പേ പ്രസംഗം പറഞ്ഞ പോലെ ലോകമെങ്ങും എഴുത്തിന്റെ
എഴുത്ത് വലിയ പ്രതിസന്ധിയെ പല ഘട്ടങ്ങളിൽ കൂടെ നേരിട്ടിട്ടുണ്ട്. എഴുത്തിന്റെ സ്വാതന്ത്ര്യം അപകടത്തിലായിട്ടുണ്ട്. നമുക്ക് ഒരുപാട് ഉദാഹരണങ്ങൾ അതിനുണ്ട്. ഉദാഹരണത്തിന് എഴുത്ത് എല്ലായിടത്തും പലതരത്തിൽ നിയന്ത്രിക്കപ്പെടുന്നുണ്ട്. ചിലയിടത്ത് കൂടുതലാണ്, ചിലയിടത്ത് വളരെ കുറവാണ് എന്നുള്ളതേ ഉള്ളൂ. വലിയ ജനാധിപത്യം പറയുന്ന രാജ്യങ്ങളിൽ പോലും ചില നിയന്ത്രണങ്ങൾ നമുക്ക് കാണാൻ പറ്റും. പക്ഷെ എങ്കിൽ പോലും കൂടുതൽ നിയന്ത്രിക്കപ്പെടുന്ന പല രാജ്യങ്ങളുണ്ട്. വടക്കൻ കൊറിയ ഉദാഹരണമാണ്, ക്യൂബ ഉദാഹരണമാണ്, ഇന്നത്തെ റഷ്യ ഉദാഹരണമാണ്, ചൈന ഉദാഹരണമാണ്, ഇറാൻ ഉദാഹരണമാണ്. അങ്ങനെ ഒരുപാട് രാജ്യങ്ങൾ നിയന്ത്രിക്കപ്പെടുന്നുണ്ട്. പലതരത്തിലാണെന്നുള്ളൂ. സൽമാൻ റുഷ്ദി എന്ന് പറയുന്ന എഴുത്തുകാരന്റെ അനുഭവം നമുക്കറിയാം. അദ്ദേഹം കൗതുകരമായ കാര്യം, അദ്ദേഹത്തിന് 2 വർഷം മുമ്പ്, കഴിഞ്ഞ വർഷമോ അതിന് മുമ്പത്തെ വർഷമോ അദ്ദേഹത്തിന് നേരെ ശാരീരികമായ ഒരു ആക്രമണം അമേരിക്കയിൽ വെച്ചുണ്ടായി. ഈ ആക്രമണം നടത്തിയ നമ്മൾ മതമൗലികവാദിയായ ഒരു ചെറുപ്പക്കാരൻ. അയാള് ഈ പുസ്തകം റഷ്ദി എഴുതുന്ന സമയത്ത് അയാൾ ജനിച്ചിട്ടേ ഇല്ല. 30 വർഷമായി റഷ്ദി ആ പുസ്തകം എഴുതിയിട്ട്. ഇയാൾക്ക് 24 വയസ്സേ ഉള്ളൂ. പിന്നെ എന്താണ് അയാളെ ആക്രമിക്കാൻ പ്രേരിപ്പിച്ചത് എന്ന് നമ്മൾ ആലോചിച്ച് നോക്കുക. അതുപോലെ അയാൾ ആ പുസ്തകം വായിച്ചിട്ടേ ഇല്ല. അതായത് ആ പുസ്തകവുമായിട്ട് യാതൊരു ബന്ധവും ഒരു തരത്തിലും ബന്ധപ്പെടാത്ത ഒരു മനുഷ്യനാണ് അയാളെ ആക്രമിക്കുന്നത്. അദ്ദേഹത്തെ തിയോ വാൻഗോഗിനുണ്ടായിരുന്നു, പോളണ്ട് നെതർലൻഡ്സിലുണ്ടായിരുന്നു പറയാം. അദ്ദേഹത്തെ കഴുത്തറുത്ത് കൊന്ന അനുഭവം പറയാം. അങ്ങനെ ലോകമെമ്പാടും പല രാജ്യങ്ങളിലും പല വിധത്തിലുള്ള സ്വാതന്ത്ര്യത്തിനുള്ള തടസ്സങ്ങൾ നേരിടുന്നുണ്ട് എഴുത്ത്. വടക്കൻ കൊറിയ ഒരു ഉദാഹരണമുണ്ട്, റഷ്യയിലുണ്ട്, ചൈനയിലുണ്ട്, ഒരുപാട് 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 ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. ഇന്ത്യയിലോട്ട് വന്നാൽ ഇതിന് ധാരാളം ഉദാഹരണങ്ങളുണ്ട്. ഇപ്പൊ പെരുമാൾ മുരുകൻ ഉണ്ടായാലും നമുക്കറിയാം. അദ്ദേഹം ഒരു തമിഴ്നാട്ടിലെ ഒരു സമുദായ സംഘടനയാണ് അദ്ദേഹത്തിനെ വിലക്കാനും അദ്ദേഹത്തിനെ അവിടെ നിന്ന് വിളിക്കാനും ഒക്കെ ശ്രമിച്ചത്. ഇന്നും അദ്ദേഹത്തിന് സ്വന്തം ഗ്രാമത്തിൽ പോകാൻ കഴിഞ്ഞിട്ടില്ല. അരുന്ധതി റോയ്ക്കെതിരെ അടുത്തിടെ പുറപ്പെട്ട ഒരു വാറണ്ട് നമുക്കറിയാം. ഇന്ത്യ ഗവൺമെന്റ് രാജ്യദ്രോഹ കുറ്റമാണ് അരുന്ധതി റോയുടെ നേരെ ചുമത്തിയെന്ന് അറിയുന്നു. ഗൗരി ലങ്കേഷ് ഉണ്ടായതിനൊക്കെ അറിയാം. ശാരീരികമായിട്ട് ഇല്ലാതെയാക്കുക എന്നൊരു ഇതിൽ കൂടിയാണ് കടന്നുപോയത്. കഴിഞ്ഞ 2 വർഷം മുമ്പ് സത്യത്തിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ സാഹിത്യ സംഭവം നടന്നു. അതായത് ടാഗോറിന് ശേഷം ഇന്ത്യയിലെ ഏറ്റവും വലിയ സാഹിത്യ സംഭവം ഗീതാഞ്ജലി ശ്രീക്ക് ഇന്റർനാഷണൽ ബുക്ക് പ്രൈസ് കിട്ടിയതായിരുന്നു. ടോം ഓഫ് സാൻഡ് എന്ന് പറയുന്ന കൃതിക്ക് ഇന്റർനാഷണൽ ബുക്ക് പ്രൈസ്. നോബൽ സമ്മാനത്തെ പോലെ ബഹുമാനിക്കപ്പെടുന്ന പ്രൈസാണ്. അത് കിട്ടി അവർക്കുണ്ടായ ഒരു ദുരനുഭവം നമുക്കറിയാം. അവർക്ക് ഗ്രൂപ്പിലോ മറ്റോ നടത്താൻ വിചാരിച്ചിരുന്ന സ്വീകരണ സമ്മേളനം പോലും നടത്താൻ പറ്റാതെ വന്നു. അവരെ ഒന്ന് അഭിനന്ദിക്കാൻ പോലും നമ്മുടെ പ്രധാനമന്ത്രിക്ക് കഴിഞ്ഞില്ല. പ്രധാനമന്ത്രി തയ്യാറായില്ല. അതാണ് ഇന്ത്യയിലെ അവസ്ഥ. ഇത് പ്രധാനമായിട്ടും നമ്മൾ ഇന്ന് ആലോചിച്ച് നോക്കിയാൽ സ്വാതന്ത്ര്യത്തിന് നിയന്ത്രണം വേണമെന്ന് ആവശ്യപ്പെടുന്നത്, അല്ലെങ്കിൽ എഴുത്തിന്റെ സ്വാതന്ത്ര്യത്തിന് നിയന്ത്രണം വേണമെന്ന് ആവശ്യപ്പെടുന്നത് 3 കൂട്ടരാണ് നമുക്ക് കാണാം. ഒന്ന് മതവാദികൾ, ഒന്ന് ദേശീയവാദികൾ, ഒന്ന് ഭരണാധികാരികൾ. ഇവർ 3 കൂട്ടരുമാണ് ഇതിന്റെ സ്വാതന്ത്ര്യം നിയന്ത്രിക്കണമെന്ന് ആവശ്യപ്പെടുന്നു, അതിനുവേണ്ടി ശ്രമിക്കുകയും ചെയ്തു. അതിന് പല കാരണങ്ങളുണ്ട്, അവരുടേതായ പല കാരണങ്ങളുണ്ട്. ഇവര് 3 കൂട്ടരും ഒരിക്കലും മനുഷ്യനെ പൂർണ്ണമായിട്ടും സ്വതന്ത്രമായിട്ട് വിടാൻ ആഗ്രഹിക്കുന്നില്ല. അവരുടെ പരിധിയിൽ നിർത്താനാണ് അവർ ആഗ്രഹിക്കുന്നത്. സ്വാഭാവികമാണ്. ഇന്ത്യയിലെ ഒരു അവസ്ഥ ഇത് 3 ഒന്നിച്ചു വന്നെന്നുള്ളതാണ്. അതായത് മതവാദികളും ദേശീയവാദികളും ഭരണാധികാരികളും ഈ 3 ഘടകങ്ങൾ ഒന്നിച്ചു വന്ന് നമ്മളെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. നമ്മുടെ ഒരു സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ അത് ദേശീയതയും മതത്തെയും കൂടെ വിമർശിക്കാൻ പറ്റുന്ന ഒരു സ്വാതന്ത്ര്യമായിരിക്കണം എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അത് ദേശീയതയും മതവും ഒന്നും നമുക്ക് തൊടാൻ പറ്റാത്ത വിശുദ്ധ പക്ഷങ്ങളൊന്നുമല്ല. അത് മതത്തെ അനിയന്ത്രിതമായിട്ട് വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്ക് വേണം. ദേശീയതയും അങ്ങനെ വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്ക് വേണം. കാരണം മതവികാരവും ദേശീയ വികാരവും ഒരുപോലെ മോശപ്പെട്ട വികാരങ്ങളാണെന്ന് തന്നെയാണ് കരുതാവുന്നത്. കാരണം നമ്മുടെ ചോയ്സ് അല്ല നമ്മുടെ മതവും നമ്മുടെ ദേശീയതയും നമ്മുടെ ചോയ്സ് അല്ല. നമ്മുടെ ജോലി നമ്മുടെ ചോയ്സാണ്, നമ്മുടെ ജീവിത പങ്കാളി നമ്മുടെ ചോയ്സാണ്. ഇത് നമ്മുടെ ചോയ്സ് അല്ല. ആ ചോയ്സ് അല്ലാത്ത ഒരു കാര്യത്തിന് വേണ്ടിയാണ് നമ്മൾ വികാരമുള്ളത്. അതുകൊണ്ട് തന്നെ മതവികാരവും ദേശീയ വികാരവും വളരെ മോശമായ കാര്യങ്ങൾ തന്നെയാണ്. അപ്പൊ അതിനെ വിമർശിക്കാനുള്ള പരിപൂർണ്ണ സ്വാതന്ത്ര്യം തീർച്ചയായിട്ടും നമുക്കുണ്ട്. നമ്മുടെ എഴുത്തിലും നമ്മുടെ അഭിപ്രായ പ്രകടനങ്ങളിലും അതിന് സ്വാതന്ത്ര്യം വേണം. പക്ഷെ ഇന്ത്യയിലെ അവസ്ഥ അതല്ല. മതനിന്ദാ നിയമം കുറച്ചെങ്കിലും നിലവിലുള്ള ഒരു രാജ്യമാണ് നമ്മുടേത്. ദേശീയത വിമർശിച്ചാൽ രാജ്യദ്രോഹ കുറ്റം ചുമത്താവുന്ന നാടാണ് നമ്മുടേത്. ഉദാഹരണം അരുന്ധതി റോയ്ക്ക് ഈയിടെ ഉണ്ടായ ഇത് തന്നെ നമുക്കറിയാം. അതായത് മതത്തെ നമുക്ക് പറയാൻ വയ്യ എന്നൊരു പറയരുത് എന്നൊരു അലിഖിത നിയമം പോലും ഇന്ത്യയിൽ നിലവിലുണ്ട്. സലിൽ ഇടപെടലുണ്ടായ അവസ്ഥ നമുക്കറിയാം. സലിൽ ഇടപെടലിനെ ഇവിടുന്ന് ഓടിച്ചത് രാജ്യത്ത് തന്നെ ഓടിപ്പോണ്ടി വന്നു അദ്ദേഹം സ്വീഡനിലോ ഡെൻമാർക്കിലോ എങ്ങാണ്ടാണ് ജീവിക്കുന്നത്. അത് താരതമ്യേന മെച്ചമെന്ന് കരുതുന്ന, ഇക്കാര്യത്തിൽ മെച്ചമെന്ന് കരുതുന്ന ക്രൈസ്തവ മതത്തിന്റെ ആൾക്കാരാണ് അദ്ദേഹത്തെ ഇവിടുന്ന് ഓടിച്ചതെന്ന് നമുക്ക് അറിയാവുന്നതാണ്. സത്യത്തിൽ ഇന്ത്യയിലെ രസകരമായ ഒരു കാര്യം,
ജനങ്ങൾ കൂടുതൽ നിയന്ത്രണങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട്. ഒരു കൂട്ടം ജനങ്ങൾ ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം വേണ്ടേ, ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം വേണ്ടേ എന്ന് പറയുന്നത് കൂടുതൽ നിയന്ത്രണങ്ങൾ വേണമെന്ന് ആവശ്യപ്പെടുന്നു. ഏഹ് പഴയ ധാർമ്മികതയ്ക്കനുസരിച്ചുള്ള നിയമങ്ങൾ വേണമെന്ന് ആവശ്യപ്പെടുന്നു. മതത്തിനനുസരിച്ചുള്ള നിയമങ്ങൾ വേണമെന്ന് ഒരു പറ്റം ജനങ്ങൾ ആവശ്യപ്പെടുന്നു. ഇതൊരു അപൂർവമായൊരു സംഭവമാണ്. മാധ്യമങ്ങൾ കൂടുതൽ നിയന്ത്രണം ആവശ്യപ്പെടുന്നു. ചില നമുക്കറിയാം നോർത്ത് ഇന്ത്യയിലൊക്കെയുള്ള മാധ്യമങ്ങൾ ഭരണത്തിന് പൂർണ്ണമായും വിധേയമായിരുന്നുകൊണ്ടുള്ള കൂടുതൽ നിയന്ത്രണങ്ങൾ മറ്റുള്ളവർക്ക് വേണമെന്ന് ആവശ്യപ്പെടുന്നു. ഇതൊരു വിചിത്രമായ ഒരു അവസ്ഥയാണ് ഇന്ത്യയിൽ. ഇതിനെ നമുക്ക് മറികടന്നേ പറ്റത്തുള്ളൂ. ഏഹ് നമുക്ക് കഴിഞ്ഞ 10 വർഷത്തെ ഇന്ത്യയിലെ ഭരണത്തിൽ നമുക്കറിയാം ഏതാണ്ട് ഇന്ത്യൻ മീഡിയ മുഴുവനായിട്ടും ബിജെപിയുടെ കയ്യിൽ തന്നെയായിരുന്നു. അതിനെ വിമർശിക്കുന്ന ഒന്നുമില്ലാത്തൊരു അവസ്ഥയിലൂടെ ഇന്ത്യ കടന്നു പോയിരിക്കുകയാണ് കഴിഞ്ഞ പ്രത്യേകിച്ചും അവസാനത്തെ 5 വർഷം. പക്ഷേ ഒരു ഇന്ത്യൻ ജനാധിപത്യത്തിൽ നമ്മൾ വിശ്വസിക്കാവുന്ന ചില ഘടകങ്ങൾ ഉണ്ടെന്ന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ബോധ്യപ്പെടുത്തി തന്നു. കുറച്ചെങ്കിലും ഒരു ചെറിയ തോതിലെങ്കിലും തിരിച്ചടി അവർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും നമ്മുടെ സ്വാതന്ത്ര്യത്തെ കുറച്ചുകൂടി വിപുലമാക്കുന്ന കാര്യമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരുപാട് തടസ്സങ്ങൾ നമ്മുടെ മുന്നിൽ ഉണ്ടെങ്കിലും ഈ എഴുത്തിനുള്ള സ്വാതന്ത്ര്യത്തിന് അല്ലെ കലയ്ക്കുള്ള സ്വാതന്ത്ര്യത്തിന്റെ കാര്യത്തിൽ കേരളം താരതമ്യേന ഭേദമാണ് എന്ന് നമുക്കറിയാം. കുറച്ചുകൂടി ഇപ്പം തമിഴ്നാട്ടിൽ പെരുമാൾ മുരുകന് ഉണ്ടായൊരവസ്ഥ തീർച്ചയായും അത് സ്വന്തം ഗ്രാമത്തിൽ പോകാൻ പറ്റാത്ത അവസ്ഥ ഒരിക്കലും കേരളത്തിലെ ഒരു എഴുത്തുകാരനോ ഒരു കലാകാരനോ സിനിമക്കാരനോ ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല. അതേസമയം തന്നെ സൂക്ഷ്മമായി നോക്കിയാൽ ഇത് വേറെ തരത്തിൽ അത്ര ശുഭകരമല്ല കേരളത്തിലെ കാര്യങ്ങൾ എന്ന് നമുക്ക് മനസ്സിലാവും. ഇതിനകത്ത് എന്റെ വ്യക്തിപരമായ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ഇക്കാര്യം അവസാനിപ്പിക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു. വ്യക്തിപരമായ കാര്യം പറയുന്നതിൽ ക്ഷമിക്കുക. അതായത് ഞാനൊരു നോവൽ എഴുതിയതിനെ തുടർന്നുണ്ടായ കോലാഹലങ്ങളൊക്കെ സ്വാഗത പ്രസംഗം പറഞ്ഞല്ലോ. അതിനെ തുടർന്ന് കേരളത്തിൽ നടന്ന വിചിത്രമായ ഒരു കാര്യമാണ്. ഒരു മാസികയുടെ പത്രാധിപരെ ആ സ്ഥാനത്ത് നിന്ന് പറഞ്ഞു വിട്ടു. അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഇവിടെ രാജിവെച്ച് പോകേണ്ടി വന്നു ആ ഒരു സംഭവത്തിന്റെ പേരിൽ. അതുപോട്ടെ ആ പത്രത്തിന്റെ ഉടമ ഒരു ജാതി സംഘടനയുടെ ഓഫീസിൽ ചെന്ന് എഴുതി കൊടുത്തു, ഇനി ഞങ്ങൾ ഇത്തരം നോവലുകൾ പ്രസിദ്ധീകരിക്കില്ല, ഇത് പ്രസിദ്ധീകരിച്ച ആളുകളെ അവിടെ നിന്ന് പറഞ്ഞു വിട്ടു എന്നും എഴുതി കൊടുത്തു, രേഖാമൂലം എഴുതി കൊടുത്തു. ഈ എഴുതി കൊടുത്തൊരു സോഷ്യലിസ്റ്റ് നേതാവെന്ന് അറിയപ്പെടുന്ന ഒരാളാണ്. ജനാധിപത്യത്തിന് വേണ്ടി വാദപരാതെ സംസാരിക്കുന്ന ഒരു മനുഷ്യനാണ് എഴുതി കൊടുത്തത്. എഴുതി കൊടുത്തിട്ട് അത് താഴെ ഘടകങ്ങൾക്ക് നിർദ്ദേശിക്കുന്ന ഒരു രേഖയൊക്കെ പുറത്തു വന്നിരുന്നു. ഇത് കേരളത്തിൽ നടന്നൊരു കാര്യമാണെന്ന് പറഞ്ഞു. അതുപോലെ ഈ ആ നോവലിനെ സംബന്ധിച്ച് കേസ് കൊടുത്തിരുന്നു. സുപ്രീം കോടതിയിൽ ഒരു കേസ് കൊടുത്തിരുന്നു. എന്റെ നോവലിന് അനുകൂലമായ വിധിയൊക്കെ ഉണ്ടായി. അപ്പൊ കേസ് കൊടുത്തത് അതിൽ പ്രതി ആ പത്രമാണ്. കേസ് കൊടുത്ത മനുഷ്യൻ, പത്രത്തിനെതിരെ കേസ് കൊടുത്തയാൾ കുറച്ചു കാലത്തിന് ശേഷം ഞാനിങ്ങനെ ആ പത്രത്തിന്റെ അയോധ്യ വിധി വന്നതിന്റെ പിറ്റേ ദിവസം ആ പത്രം എടുത്ത് നോക്കിയപ്പോൾ അതിന്റെ ഫ്രണ്ട് പേജിൽ സുപ്രീം കോടതിയുടെ മുന്നിൽ കുറച്ചുപേർ ആഹ്ലാദം പ്രകടിപ്പിക്കുന്ന പടം. അപ്പൊ അതിന് ക്യാപ്ഷൻ കൊടുത്തേക്കുന്ന ഭക്തർ ആഹ്ലാദം പ്രകടിപ്പിക്കുന്നതാണ്. ഈ ഭക്തർ ആരായിരുന്നു? മാതൃഭൂമിക്കെതിരെ കേസ് കൊടുത്ത ആൾ തന്നെയായിരുന്നു ഈ ഭക്തർ. അയാൾ ഒരേ സമയം അതായത് കേസ് കൊടുത്തവർക്ക് വിധേയപ്പെടേണ്ടി വരുവാണ്. എന്നിട്ട് അതേ പത്രം തന്നെ ലജ്ജയില്ലാതെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ കുറിച്ച് സംസാരിക്കുകയും ചെയ്യും. അതായത് കേരളത്തിലും നമുക്ക് ജാതി മേധാവികൾക്കും മതമേധാവികൾക്കും എതിരെ സംസാരിക്കുന്നതിന് കടുത്ത നിയന്ത്രണമുണ്ട്. അതിപ്പോ ഒരു ബിഷപ്പിനെതിരെ ആയിക്കോട്ടെ, ഒരു ജാതി സംഘടന നേതാവിനെതിരെ ആയിക്കോട്ടെ, കടുത്ത നിയന്ത്രണം ഇക്കാര്യത്തിൽ നമുക്ക് ഒരു അലിഖിതമായിട്ട് സമൂഹത്തിൽ കിടപ്പുണ്ട്. ഇതാണ് കേരളത്തിലെയും അവസ്ഥ. ഇതിനകത്ത് ഏറ്റവും മോശമായ അവസ്ഥയെന്ന് ഞാൻ കരുതുന്നത് ഈ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞുകൊണ്ട് പ്രൊപ്പഗണ്ട സാധനങ്ങൾ വരുന്നു എന്നുള്ളതാണ്. അതായത് അവർക്ക് അങ്ങനെ ചെയ്യാൻ തീർച്ചയായിട്ടും സ്വാതന്ത്ര്യമുണ്ട്. അവർക്ക് അവരുടെ ആശയം പ്രചരിപ്പിക്കാനും അത് വെച്ച് സിനിമ എടുക്കാനും ഒക്കെ ഉള്ള സ്വാതന്ത്ര്യം തീർച്ചയായിട്ടും അവർക്കുണ്ട്. പക്ഷേ 100% കള്ളത്തരങ്ങൾ പറഞ്ഞുകൊണ്ട് പ്രൊപ്പഗണ്ട അതിന്റെ പേരിൽ വരുന്നുണ്ടെന്നുള്ളതാണ് ഇന്ത്യയിലെ ഏറ്റവും അപകടകരമായ അവസ്ഥ. നമുക്ക് വരുന്ന ചില സിനിമകളെ കുറിച്ച് അറിയാം, സർവ്വകാരെ കുറിച്ച് വരുന്ന സിനിമ അറിയാം, കേരള സ്റ്റോറി എന്ന് പറയുന്ന സിനിമ അറിയാം. ഇത് പ്രൊപ്പഗണ്ട സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ വരുന്നു എന്നുള്ളതാണ് ഏറ്റവും ആശങ്ക ഉണ്ടാക്കുന്ന ഒരു കാര്യം. അതായത് ഒരേ സമയം എഴുത്തിനുള്ള സ്വാതന്ത്ര്യത്തെ തടയുക, കലയുടെ ആവിഷ്കാരത്തിന്റെ സ്വാതന്ത്ര്യത്തെ തടയുകയും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ പ്രൊപ്പഗണ്ട വരികയും ചെയ്യുന്നത് വളരെ അപകടകരമായ കാര്യമാണ്. നമുക്ക് കൂടുതൽ ബീനാറ്റി പിള്ളയുടെ പ്രസംഗത്തിൽ പ്രഭാഷണത്തിൽ കേൾക്കാം എന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ ഉപരിപ്ലവമായ ഒരു കാര്യമാണ് ഇതിനെക്കുറിച്ച് പറഞ്ഞത്. കൂടുതൽ ആഴത്തിൽ ബീനാറ്റി പിള്ളയുടെ വാർത്തകൾ കേൾക്കാൻ കാത്തിരിക്കുന്നു. അവരെ ഇതിന് പ്രഭാഷണത്തിൽ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട
ഹരീഷ്, സീതി മാഷ്, പ്രിയപ്പെട്ടവരെ, ഒരുപക്ഷെ ഇങ്ങനെയൊരു ഒരു മെമ്മോറിയൽ ലെക്ചറിന് ഒട്ടും ഇവിടെ ഇവിടെ നിൽക്കാനുള്ളൊരു യോഗ്യത എനിക്കുണ്ടോ എന്ന് പോലും എനിക്കറിയില്ല. രണ്ടാമതായിട്ട് മലയാളത്തിൽ അത്ര വലിയ പ്രാഗൽഭ്യത്തോടൊന്നും സംസാരിക്കാനും എനിക്കറിയില്ല. ഇവിടെ അത്രയൊരു പാണ്ഡിത്യവും എനിക്കില്ല. എന്നാലും സീതി മാഷ് വളരെ സ്നേഹത്തോടെ വിളിച്ചപ്പോൾ എനിക്ക് പറ്റില്ല എന്ന് പറയാനും കഴിയാത്തത് കൊണ്ടാണ് ഇവിടെ നിൽക്കുന്നത്. കുറച്ച് കാര്യങ്ങൾ ഞാൻ ഇംഗ്ലീഷിലും മലയാളത്തിലുമായിട്ട് പറയാം. മലയാളം മാത്രമായിട്ട് ചില വാക്കുകൾ എനിക്ക് കിട്ടില്ല. Vakka Maulavi, as far as I am concerned, was not just a man. He was the dawn of an age of new aspirations around an emerging nation's foundational ideals around freedom, reform, and visionary zeal. എനിക്ക് മാത്രമല്ല പലർക്കും today he represents for many of us an era calling us to rekindle the flames of purpose and passion in the realms we shape ourselves and our social scapes, reanimating the pulse of our nation's conscience. ഇപ്പം ഞാനിവിടെ നിൽക്കുന്നത്, ഇപ്പം ഹരീഷ് സംസാരിച്ച് തുടങ്ങിയപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് ആലോചിക്കുകയായിരുന്നു. ഒരുപക്ഷെ ഹരീഷിൻ്റെ നോവൽ കത്തിച്ചപ്പോൾ പരാജയപ്പെട്ട ഒരു വായനക്കാരിയായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. എനിക്ക് ആ നോവൽ വരുമ്പോൾ അതിൻ്റെ ആദ്യ റിവ്യൂവിൽ പെട്ടതായിരുന്നു. ഞാൻ അന്ന് ഹിന്ദുവിൽ എഴുതിയ ഒരു ലേഖനം. അപ്പം വല്ലാതെ പരാജയപ്പെട്ടു പോയ ഒരു കേരളത്തിൽ അന്ന് ജീവിച്ചിരിക്കുന്ന അല്ലെങ്കിൽ അന്ന് ഉണ്ടായിരുന്ന ആൾക്കാരിൽ, വായനക്കാരിൽ വല്ലാത്തൊരു പരാജയബോധം എൻ്റെ ഉള്ളിൽ അന്നുണ്ടായിരുന്നു. അപ്പം ഇന്ന് ഞാനിപ്പോൾ സംസാരിക്കുന്നത് കൂടുതലും ഇപ്പം ഹരീഷ് പറഞ്ഞതുപോലെ ധാരാളം ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയം തന്നെയാണിത്. പക്ഷേ ഇതിൻ്റെ കൂടുതൽ ഒരു ഫിലോസോഫിക്കലായിട്ടുള്ള തത്വചിന്താപരമായിട്ടുള്ള ചില ഏടുകളിലേക്കാണ് ഞാൻ പോകാൻ ആഗ്രഹിക്കുന്നത്. In 1949, Jean-Paul Sartre, in his essay The Republic of Silence, wrote, "Never were we freer than under the German occupation." ഏറ്റവും കൂടുതൽ നമ്മൾ സ്വാതന്ത്ര്യം ഒരുപക്ഷെ ജർമ്മൻ ഓക്യുപ്പേഷൻ്റെ കീഴിൽ നമുക്ക് കിട്ടി. വളരെ ബിസാറായിട്ടുള്ള, വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള, ഡീപ്ലി ഫിലോസോഫിക്കായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. പക്ഷെ വളരെ നമുക്ക് തോന്നുന്നു, എന്താണ് സാർട്ടിനെ പോലെ ഒരാൾ ഇങ്ങനെ പറയുന്നത്? നെവർ വെയർ വി ഫ്രീയർ ദാൻ അണ്ടർ ദ ജർമ്മൻ ഓക്യുപ്പേഷൻ. Sartre argued, in fact, that the extreme constraints of the occupation, സ്വേച്ഛാധിപത്യത്തിൻ്റെ ഏറ്റവും കൊടികുത്തിയ ആ കാലത്തിൽ, maybe it forced individuals to confront the reality of choice, the reality of responsibility, the reality of authenticity. നമ്മുടെ തന്നെ തിരഞ്ഞെടുപ്പുകൾ, നമ്മുടെ ഉത്തരവാദിത്വങ്ങൾ, നമ്മുടെ സത്യസന്ധത ഒക്കെ കൂടുതൽ സൂക്ഷ്മമായ നിരീക്ഷണത്തിന് വിധേയമാക്കാൻ നമ്മളെ നിർബന്ധിതമാക്കുന്ന ചില കാലങ്ങളിൽ കൂടിയാണ് നമ്മൾ ഇന്ന് കടന്നു പോകുന്നത്. അതിനെ തന്നെയാണ് എനിക്ക് തോന്നുന്നത് ജോൺ പോൾ സാർtre സൂചിപ്പിക്കുന്നത് എന്ന് എനിക്ക് തോന്നുന്നു. Maybe under dictatorships, ordinary choices carry heightened significance. Small acts of resistance or collaboration with the Nazis had profound moral implications. പിന്നീട് ഹാന ആരൻഡിനെ പോലുള്ളവരൊക്കെ അതിനെ ബനാലിറ്റി ഓഫ് ഈവിൾ എന്ന് വിശേഷിപ്പിക്കുന്നുണ്ട്. പക്ഷേ സാർtriൻ്റെ ഒരു എക്സിസ്റ്റൻഷ്യലിസ്റ്റ് ഫിലോസഫിക്കുള്ളിൽ ഒരു പ്രത്യേക തരത്തിലുള്ള it created a unique kind of freedom where people became fully aware of their responsibilities for each and every decision in a way that was unavoidable. നമ്മളുടെ തന്നെ സ്വാതന്ത്ര്യത്തെ സൂക്ഷ്മമായി നമ്മൾ എത്രമാത്രം ആ സ്വാതന്ത്ര്യത്തെ ഉപയോഗിക്കും, എത്രമാത്രം നമ്മളതിൻ്റെ മോറൽ റെസ്പോൺസിബിലിറ്റി എടുക്കും, എത്രമാത്രം നമ്മളുടെ തിരഞ്ഞെടുപ്പുകൾ നമ്മൾ ഏറ്റുപറയും, ഇതിനെയൊക്കെ അതിൻ്റെ ചുറ്റുമുള്ള പല മോറൽ ക്വസ്റ്റ്യൻസിനെയാണ് സാർtre ചൂണ്ടിക്കാണിച്ചത്. So this was for Sartre an example of radical freedom, a state where despite external control, individuals remain free to choose their attitudes and actions, and thus
bear the full responsibility for them. എനിക്ക് തോന്നുന്നത് റൈറ്റിംഗ്, എഴുത്ത് എന്ന് പറയുന്നത്, it is such an act that brings under self-scrutiny human agency, responsibility and the nature of freedom in oppressive conditions. ഇപ്പം നേരത്തെ ഹരീഷ് സൂചിപ്പിച്ചു കഴിഞ്ഞു. പക്ഷേ എഴുത്ത് എന്താണെന്ന് ചോദിച്ചാൽ അത് തളച്ചിടാനാവാത്ത ചിന്തകളുടെ ഒരു 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 ചുടുനിശ്വാസമാണെന്ന് വേണമെങ്കിൽ പറയാം. റൈറ്റിംഗ് ഇസ് എ ബ്രെത്ത് ഓഫ് അൺചെയിൻഡ് തോട്ട്. എഴുത്ത് ഈ മഹാപ്രപഞ്ചത്തിൽ ആർക്കും കേൾക്കാനാവാത്ത മന്ത്രിക്കലുകൾ ഒപ്പിയെടുക്കുന്നു. നിശബ്ദമാക്കപ്പെട്ട വാക്കുകളെ അവരുടെ ചങ്ങലകൾ പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് പുതിയ ചക്രവാളത്തിലേക്ക് പറത്തിക്കൊണ്ടു പോകുന്ന മാന്ത്രിക ചിറകുകളാണ് അച്ചടി മഷി. അത് വക്കം മൗലവിയെ പോലുള്ള ഒരാൾ നമുക്ക് തെളിയിച്ചു തന്നിട്ടുണ്ട്. നമ്മുടെ മുമ്പിൽ അത് ഒരു ജീവിക്കുന്ന ചരിത്രമായിട്ട് നമുക്ക് കാണാൻ പറ്റും. യെറ്റ് ഫ്രീഡം ഓഫ് റൈറ്റിംഗ് ഇസ് മോർ ദാൻ മിയർ ഇങ്ക്. ഇറ്റ് ഈസ് എ റൈറ്റ് ടു ഫീൽ. സംവേദനത്തിൻ്റെ സ്വാതന്ത്ര്യമാണിത്. സംവാദത്തിൻ്റെ സ്വാതന്ത്ര്യമാണ്. ചിന്തയുടെ സ്വാതന്ത്ര്യമാണ്. ഒരുപക്ഷെ ടു ക്വസ്റ്റ്യൻ ദ ടൈറൻറ്റ്, സ്വേച്ഛാധിപതികളോട് ചോദ്യങ്ങൾ ചോദിക്കാനും വിയോജിക്കാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യമാണ് എഴുത്ത്. നിരാലംബരെ ചേർത്ത് നിർത്തുവാൻ, നിശബ്ദരാക്കപ്പെട്ടവർക്ക് ശബ്ദം കൊടുക്കാൻ, ഇതൊക്കെ സ്വാതന്ത്ര്യമാണ്. ലെറ്റിംഗ് ട്രൂത്ത് സ്പീക്ക്, സത്യത്തെ വെളിവാക്കാനുള്ള സ്വാതന്ത്ര്യം. അങ്ങനെ നാനാതരം സ്വാതന്ത്ര്യങ്ങളുടെ ഒരുപക്ഷെ കലരുകളാണ് എഴുത്തെന്ന് വേണമെങ്കിൽ പറയാം. ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഫ്രീഡംസ്. അപ്പോൾ എഴുത്തെന്നുള്ള ഒരു ഫ്രീഡം, വിത്തൗട്ട് ദിസ് ഫ്രീഡം ദ വേൾഡ് ഇസ് എ കേജ്. അതൊരു തടവറയാണ്. അവിടെ കഥകൾ കുഴിച്ചു മൂടപ്പെടും ഉറപ്പായിട്ടും. സ്റ്റോറീസ് വിൽ ബി ബറീഡ് ദെയർ. സത്യം താളുകൾക്കിടയിൽ മറവ് ചെയ്യപ്പെടും. ട്രൂത്ത് വിൽ ഹൈഡ് വിത്തിൻ പേജസ്. പക്ഷേ എഴുത്തിൻ്റെ സ്വാതന്ത്ര്യത്തോടൊപ്പം ഐ തിങ്ക് വി റൈസ് ബോൾഡ് ആൻഡ് അൺബൗണ്ട്. ഈച്ച് വേർഡ് എ റെവല്യൂഷൻ, ഈച്ച് ലൈൻ പ്രൊഫൗണ്ട്. അപ്പം എഴുത്തിൻ്റെ സ്വാതന്ത്ര്യത്തിലൂടെ ഉയർത്തെഴുന്നേൽക്കുന്ന ഒരു ഫീനിക്സ് പക്ഷിയാണ് ജനാധിപത്യം. നമ്മൾ, എനിക്ക് തോന്നുന്ന ഹരീഷ് തന്നെ പറഞ്ഞ പല സന്ദർഭങ്ങൾ, പല മനുഷ്യർ, അതിലൂടെ തന്നെ നമുക്ക് നമ്മുടെ മുമ്പിൽ വെളിവാകുന്ന ഒരു സത്യം കൂടിയാണത്. അവിടെ ഓരോ വാക്കിനും ഒരു വിപ്ലവം തീർക്കാനാവും. ഓരോ വരിയും ജീവിതത്തിൻ്റെ ഗഹനതകളിലേക്ക് പാലങ്ങൾ നിർമ്മിക്കും. വക്കം മൗലവി ചെയ്തതും ഇത് തന്നെ. എഴുത്തിലൂടെ സമൂഹത്തിലെ അനീതികളെ തുറന്നു കാട്ടുകയും അധികാരികളെ ചോദ്യം ചെയ്യുകയും ചെയ്ത വക്കം 1905 സ്ഥാപിച്ച സ്വദേശാഭിമാനി പത്രത്തിലൂടെ അന്നത്തെ ഭരണകൂടത്തിനെതിരെ പൊരുതുകയാണ്, വളരെ ശക്തമായിട്ട് പൊരുതുകയാണ് അദ്ദേഹം ചെയ്തത്. ഇതിനെക്കുറിച്ച് ആലോചിച്ചപ്പോഴാണ് ഞാൻ ബൾഗേറിയൻ നൊബൽ ലോറേറ്റായ ഏലിയാസ് കെനറ്റിയുടെ പുസ്തകം ദ ടങ് സെറ്റ് ഫ്രീ, എങ്ങനെയാണത് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തേണ്ടതെന്ന് എനിക്കറിയില്ല. ഐ എം നോട്ട് എ ട്രാൻസ്ലേറ്റർ. പക്ഷേ ഈ പുസ്തകം തുടങ്ങുന്നത് വളരെ എക്സ്ട്രാ ഓർഡിനറി ആയ ഒരു ഇമേജിൽ നിന്നാണ്. കെനറ്റിയുടെ ഏറ്റവും ആദ്യകാല ഓർമ്മകളിൽ നിന്ന് അദ്ദേഹം ചെകഞ്ഞെടുക്കുന്ന ഒരു വൺ പർട്ടിക്കുലർ മെമ്മറി. കൊച്ചുകുട്ടിയായ കെനറ്റി ഒരു മുറിയിൽ നിന്ന് പുറത്തേക്ക് വരുന്നു. അപ്പോൾ ഒരാൾ അയാളോട് പറയുന്നു, ഈ കുട്ടിയോട് പറയുന്നു, സ്റ്റിക്ക് യുവർ ടങ് ഔട്ട്, പുറത്തേക്ക് നിൻ്റെ നാക്ക് തള്ളുക. നീ ഒരു അക്ഷരം ഉരിയാടിയാൽ I'll cut your tongue, നിൻ്റെ നാക്ക് ഞാൻ ഛേദിക്കും. സോ ഈ ഒരു ട്രോമാറ്റിക് മെമ്മറി ആണ് കെനറ്റി പിന്നീട് അദ്ദേഹത്തിൻ്റെ റൈറ്റിങ്ങിൻ്റെ ടോൺ സെറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. ഇന്ന് നാം ഓരോരുത്തരും നാക്ക് മുറിക്കപ്പെടുമോ എന്ന അതീവ ഭയത്തിൽ ജീവിക്കുന്നവരാണ്. മറ്റുള്ളവരുടെ നാക്ക് മുറിക്കുമ്പോൾ പരാജിതരാവുന്നവരുമാണ്, മുറിക്കപ്പെടുമ്പോൾ അല്ലെങ്കിൽ ആ ഭീഷണി മുഴങ്ങുമ്പോൾ. എന്നാൽ ഈ നാക്കിൻ്റെ സ്വാതന്ത്ര്യം അല്ലെങ്കിൽ വാക്കിൻ്റെ സ്വാതന്ത്ര്യം, എഴുത്തിൻ്റെ സ്വാതന്ത്ര്യം എന്താണത്? ഈ ഒരു ലാർജ്ലി ഫിലോസോഫിക്കലായിട്ടൊരു ക്വസ്റ്റ്യനായിട്ട് എനിക്കിത് ട്രീറ്റ് ചെയ്യണം എന്നുണ്ട്. വാട്ട് ഇൻഡീഡ് ഇസ് ഫ്രീഡം? ഹരീഷ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ, as Rushdie points out, the word freedom has become a minefield. റുഷ്ദി പറയുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ അടുത്തിടെ പുറത്തിറങ്ങിയ നൈഫ് എന്ന മെമ്മോയിൽ അദ്ദേഹം പറയുന്നുണ്ട്, ആർക്ക് വേണമെങ്കിലും എടുത്ത് പ്രയോഗിക്കാവുന്ന ഒരു വാക്കായിട്ട് ഫ്രീഡം മാറി. The ultra conservatives have claimed the word, creating new norms and new definitions. The freedom for bigotry, മതഭ്രാന്തിനുള്ള സ്വാതന്ത്ര്യം, സ്വജന പക്ഷപാതത്തിനുള്ള സ്വാതന്ത്ര്യം, അപരൻ്റെ വിശ്വാസങ്ങളിലും
ദേശീയബോധത്തിലും എന്തിന് ഭക്ഷണത്തിൽ പോലും കടന്നു കയറാനുള്ള സ്വാതന്ത്ര്യം. അതുകൊണ്ട് തന്നെ തോമസ് പെയിനോ ജോൺ സ്റ്റുവർട്ട് മില്ലോ റൂസോയോ മഹാത്മാഗാന്ധിയോ ശ്രീനാരായണ ഗുരുവോ ഒന്നും ഉപയോഗിച്ച അർത്ഥത്തിലല്ല ഇന്ന് സ്വാതന്ത്ര്യം എന്ന വാക്ക് ഉപയോഗിക്കപ്പെടുന്നത്. ഇപ്പോൾ ഗാന്ധിയുടെ തന്നെ സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള ഏറ്റവും കാതലായ ചിന്തകൾ നമ്മൾ അന്വേഷിച്ച് പോവുകയാണെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ ഹിന്ദ് സ്വരാജ് എന്ന ഒരു ചെറിയ കൃതിയിലാണ് കാണുന്നത്. സ്വാതന്ത്ര്യം എന്നാൽ സ്വരാജ്, സെൽഫ് റൂൾ, നോട്ട് ദ റൂൾ ഓഫ് ദ സെൽഫ് എന്നാണ് ഗാന്ധി പറയുന്നത്. അപ്പം സ്വാതന്ത്ര്യം എന്നാൽ സ്വരാജ് എന്നാണെന്നും സ്വരാജ് എന്നാൽ ആത്മനിയന്ത്രണം, സെൽഫ് കൺട്രോൾ, നോട്ട് കൺട്രോൾ ബൈ ദ സെൽഫ് എന്നും അദ്ദേഹം എഴുതി. അപ്പം വ്യക്തിക്ക് മുന്നിൽ, അഹത്തിന് മുൻപിൽ, ആത്മത്തിന് മുൻപിൽ അദ്ദേഹം അപരനെ പ്രതിഷ്ഠിച്ചു. അപ്പം ഈ സ്വാതന്ത്ര്യത്തിൻ്റെ പൊരുൾ ഇതൊക്കെ തന്നെയാണ്. ഇതിൻ്റെയൊക്കെ മുമ്പിൽ അപരനുണ്ട്. സോ ദർ വാസ് നോ ഫ്രീഡം വിത്തൗട്ട് അവർ ധർമ്മ, അവർ ഡ്യൂട്ടീസ് ടു ദി അതർ എന്ന് ഗാന്ധി പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ദ സെൻട്രൽ ട്രീനെറ്റ് ഹിയർ ഐ തിങ്ക് ഈസ് എ നീഡ് ടു ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ഫ്രീഡം ആൻഡ് ലൈസൻസ്. ഇപ്പോൾ ബിപിൻ ചന്ദ്രപാലിനെ പോലുള്ളവരൊക്കെ ചൂണ്ടിക്കാണിച്ചതുപോലെ, ഐ എം കോട്ടിങ് ഹിം, ഫ്രീഡം, ഇൻഡിപെൻഡൻസ്, ലിബർട്ടി ആസ് ഡിഫൈൻഡ് ഇൻ യൂറോപ്പ് എന്നാണ് ബിപിൻ ചന്ദ്ര പറയുന്നത്, ആർ ഓൾ എസെൻഷ്യലി നെഗറ്റീവ് കോൺസെപ്റ്റ്സ്. They all indicate the absence of restraint, of regulation and subjection. Consequently, Europe has not yet discovered any really rational test by which to distinguish what is freedom from what is license. അപ്പോൾ ഇവിടെ ഏറ്റവും ശ്രദ്ധേയമായിട്ട് എനിക്ക് തോന്നിയ ഒരു കാര്യം, നിങ്ങളോട് ഷെയർ ചെയ്യണം എന്ന് തോന്നിയ ഒരു കാര്യം, 1931 വക്കമൗലവി മരിക്കുന്നതിന് ഒരു വർഷം മുമ്പ്, it was in 1931 at the Karachi Congress that Gandhiji moved the resolution on fundamental rights. ജനങ്ങളുടെ മൗലികമായ അവകാശങ്ങളിൽ അവർക്ക് സംഘടിക്കാനുള്ള അവകാശം, ഫ്രീഡം ഓഫ് ഫ്രീ സ്പീച്ച് ആൻഡ് പ്രസ്, പത്രസ്വാതന്ത്ര്യം, മെനി ടൈപ്സ് ഓഫ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് വർ എൻവിസാജ്ഡ്. പല തരത്തിലുള്ള സ്വാതന്ത്ര്യങ്ങളെയാണ് ആ ഒരു ഡോക്യുമെൻ്റ് റെസൊല്യൂഷൻ ഓൺ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് വിഭാവനം ചെയ്തത്. കറാച്ചി കോൺഗ്രസ് സമ്മേളനത്തിൽ ഇന്ത്യയുടെ പൗരസ്വാതന്ത്ര്യത്തിൻ്റെ ഒരുപക്ഷെ അടിസ്ഥാന അവകാശങ്ങൾ ചർച്ച ചെയ്യപ്പെട്ടപ്പോൾ സ്വാതന്ത്ര്യം ഒരു സാരമായ ആശയം മാത്രമായി കാണപ്പെട്ടിരുന്നില്ല. ഇറ്റ് വാസ് നോട്ട് ജസ്റ്റ് എൻ ഐഡിയ, മറിച്ച് ഒരു പ്രായോഗിക വാഗ്ദാനമായി, സ്വതന്ത്രമായി ചിന്തിക്കാനും ധൈര്യപൂർവ്വം അഭിപ്രായപ്പെടാനുമുള്ള, ഭയമില്ലാതെ എഴുതാനുള്ള അവകാശമായി, ജനാധിപത്യ പങ്കാളിത്തത്തിൻ്റെ അടിസ്ഥാനങ്ങളെ രൂപപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യൻ ജനാധിപത്യ സ്വത്വത്തെ നിർവചിക്കുന്ന അതിൻ്റെ ഊടും പാവുമായി വിഭാവനം ചെയ്യപ്പെട്ടു സ്വാതന്ത്ര്യം. സോ ഇവിടെയാണ് ജവഹർലാൽ നെഹ്റു പിന്നെയും ഒരു ഏകദേശം ഒരു 15 yearsന് ശേഷം, at the stroke of midnight of 14th August 1947, when the entire world slept, the freedom that India awakened to was clearly envisaged by the visionaries of the freedom struggle and the nationalist movement. എന്നാൽ സ്വാതന്ത്ര്യം ഒരിക്കലും സ്ഥിരമല്ല. അത് കാലാനുസൃതമായി മാറണമെന്നും നിരന്തരമായി സംരക്ഷിക്കപ്പെടുകയും പ്രാവർത്തികമാക്കുകയും വേണം എന്നും കഴിഞ്ഞ ദിവസം അന്തരിച്ച ജസ്റ്റിസ് KS പുട്ടുസ്വാമി തൻ്റെ ജീവിത പോരാട്ടത്തിലൂടെ തെളിയിക്കുന്നു. ഇപ്പം 47 മുതൽ ഒരുപക്ഷെ ഹാഫ് എ സെഞ്ച്വറി, അര നൂറ്റാണ്ടിനിപ്പുറവും, ഇൻ 2012 I think, more than half a century after our independence, Puttaswamy filed a case challenging the Aadhaar scheme, and in a historic judgment of 2018, സ്വാതന്ത്ര്യത്തിന് 60 വർഷത്തിന് ശേഷം, the Supreme Court of India through a 9-judge bench emphasized the fundamental right to privacy of the citizens which was guaranteed by the constitution. അപ്പം പുട്ടുസ്വാമിയെ പോലെ when we ask what is freedom, നമ്മളൊരു വാക്കിന് പുറകെ ഉള്ള പാച്ചിലല്ല, ഒരു വാക്കിന് പിറകെ ഉള്ള ഓട്ടമല്ല. ഇറ്റ്സ് നോട്ട് മിയർലി ചേസിങ് എ വേർഡ്, ഇറ്റ് ഈസ് സീക്കിംഗ് ദ ഇസെൻസ് ഓഫ് എ സിസ്റ്റം. ഒരു വ്യവസ്ഥിതിയുടെ അതിൻ്റെ കാതൽ എന്താണ്, ഒരു സമ്പ്രദായം എന്താണ് എന്നൊക്കെയുള്ള അന്വേഷണങ്ങളും കൂടിയാണ് സ്വാതന്ത്ര്യത്തിൻ്റെ പിറകെയുള്ള ഈ അന്വേഷണം. അവിടെ ഫിലോസോഫിക്കലായ, പൊളിറ്റിക്കലായ, സൊസൈറ്റലായിട്ടുള്ള എന്തൊക്കെയോ ഈ സ്വാതന്ത്ര്യം എന്തിനെയൊക്കെയാണ് തൊടുന്നത് എന്ന ഒരു ചിന്ത അവിടെ ഉണ്ടാവണം. എന്തിനെയാണ് അത് ചലിപ്പിക്കുന്നത്, അതിൻ്റെ രാഷ്ട്രീയം എന്താണ്,
അനേകം അന്വേഷണങ്ങളിലൂടെ, ഒറ്റ അന്വേഷണത്തിൽ കൂടെ അല്ല, മറിച്ച് പലതരം അന്വേഷണങ്ങൾ കൂടെ മാത്രം വീണ്ടെടുക്കുന്ന അർത്ഥങ്ങളെയാണ് ഒരുപക്ഷെ ഇത് സൂചിപ്പിക്കുന്നത് എന്നെനിക്ക് തോന്നുന്നു. ഒരുപക്ഷെ പല ഭൂപ്രദേശങ്ങളിലൂടെ ഒഴുകി വരുന്ന വൻ നദികളെ പോലെ, അല്ലെങ്കിൽ ചെറു അരുവികളിൽ മുങ്ങിപ്പൊങ്ങുമ്പോൾ രൂപാന്തരങ്ങൾ സംഭവിക്കുന്നത് പോലെ, കലാപങ്ങളിൽ ഉഴറുമ്പോൾ പുതിയ പൊരുളുകൾ കണ്ടെത്തുന്നത് പോലെ, ഈ ക്ഷണികമായ സ്വപ്നങ്ങളിൽ പോലും സ്വാതന്ത്ര്യം മിന്നിമറയുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് കരുതാം. ഒരർത്ഥമോ ഒരു രൂപമോ ഒരു ഭാവമോ ഒന്നുമല്ല, അതിന് നാനാത്വങ്ങളാണ്. സോ ഫ്രീഡം, ആസ് ഐ വാസ് ട്രൈങ് ടു സേ, ഇറ്റ്സ് എ വെരി കോംപ്ലെക്സ് ആൻഡ് യെറ്റ് വെരി ഫ്രജൈൽ. വല്ലാത്ത ഫ്രെജിലിറ്റി ഉണ്ട് അതിന്. ഫ്രീഡം ഈസ് ഡൈനമിക്, റിക്വയറിങ് കോൺസ്റ്റൻറ്റ് വിജിലൻസ് ആൻഡ് റിന്യൂവൽ. നമുക്ക് ഫ്രീഡം കിട്ടി എന്ന് പറയുന്ന ഒരു അവസ്ഥ ഒരിക്കലുമില്ല. നിരന്തരമായിട്ട് പൊരുതിക്കൊണ്ടേയിരിക്കേണ്ട ഒരവസ്ഥ, വളരെ ഫ്രജൈലായിട്ട് എന്തിനെയോ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട ഒരവസ്ഥ. ഇറ്റ് ഈസ് നോട്ട് ഓൾവേസ് ഈസി ടു അണ്ടർസ്റ്റാൻഡ്, ബട്ട് ത്രൂ എവറി സ്ട്രഗിൾ, പെൻ ആൻഡ് പേജ്, ഐ തിങ്ക് നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടത് ഒരുപക്ഷെ ഈ ഫ്രജൈൽ കോംപ്ലെക്സിറ്റിയെ അപ്ഹോൾഡ് ചെയ്യാനാണ് ശ്രമിക്കേണ്ടത് അക്രോസ് ഏജസ്. മേ ബി ഒരു മനുഷ്യായുസ് എന്ന് പറയുന്നത് ഇപ്പോൾ റഫ്ലി ഒരു 80 to 85 years. അപ്പോൾ ഈ 85 വർഷത്തിൽ നമ്മളുടെ തന്നെ ജീവിതങ്ങളിൽ ഹനിക്കപ്പെട്ട സ്വാതന്ത്ര്യങ്ങൾ എന്തൊക്കെയാണ്, വീണ്ടെടുക്കേണ്ടവ എന്തൊക്കെയാണ്, അതിൻ്റെ ഫ്രെജിലിറ്റിയെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട എത്രയോ തരത്തിലുള്ള ഹനനങ്ങൾ വരുന്നു. അപ്പം ഇവിടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു കുറച്ചുകൂടി ഒരു ഫിലോസോഫിക്കലായിട്ട് ഇതിനെ നോക്കിക്കാണാൻ ഞാൻ 2 തിങ്കേഴ്സിനെയാണ് ഉപയോഗിക്കുന്നത്. ഒന്ന് ഇമ്മാനുവൽ കാന്റും മറ്റേത് ജാക്ക് ദെറിഡയും. കാന്തിന് ഫ്രീഡം ഒരു മോറൽ റെസ്പോൺസിബിലിറ്റിയും ഒരു എത്തിക്കൽ ഇമ്പറേറ്റീവ് ആയിരുന്നു. He argues that acting freely is not just a right but a duty even in the most restrictive conditions. അത് നമ്മുടെ കടമയാണ്. ഫ്രീ ആയിട്ട് ആക്ടിങ് ഫ്രീലി നമ്മുടെ കടമയാണ്, അതൊരു റൈറ്റ് മാത്രമല്ല. ഏറ്റവും റെസ്ട്രിക്റ്റീവ്, ഒരുപക്ഷെ സാർത്രമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു ചിന്ത നമുക്കിവിടെ കാണാൻ പറ്റും. Kant's nuanced perspective emphasizes balancing individual liberty with societal needs, reinforcing the notion that freedom is both personal and collective. Personal മാത്രമായിട്ടുള്ള ഒരു സ്വാതന്ത്ര്യം ഇല്ല. We see this in our early nationalist leaders, for example, for whom writing was a form of resistance and democracy, which linked freedom of expression directly to democracy. നേരത്തെ ഹരീഷ് ഇത് സൂചിപ്പിച്ചു. ജനാധിപത്യവും സ്വാതന്ത്ര്യവും ഇത് ഇടപിരിച്ച് നമുക്ക് എടുക്കാൻ പറ്റില്ല. ഫ്രെയിമിംഗ് ദ ആക്ട് ഓഫ് റൈറ്റിംഗ് ഇറ്റ്സെൽഫ് ഈസ് എസെൻഷ്യൽ ഫോർ സൊസൈറ്റൽ പ്രോഗ്രസ്. അവിടെ ജേർണലിസം വരാം, സാഹിത്യം വരാം, കവിത വരാം. Which for them, I think these early visionary leaders were sacrosanct as vehicles to confront injustice, to promote dialogue, to inspire change. കാന്ത് തന്നെ അദ്ദേഹത്തിൻ്റെ വളരെ പ്രസിദ്ധമായ കൃതി ക്രിട്ടിക് ഓഫ് പ്രാക്ടിക്കൽ റീസൺ, he asserts that for moral laws to hold any meaning, individuals must be free to choose actions based on rational principles. അത് പുറത്തുനിന്നുള്ള ഇൻഫ്ലുവൻസിൻ്റെ പുറത്തല്ല, മറിച്ച് ഇൻഡിവിജ്വൽസ് തന്നെ, വ്യക്തികൾ തന്നെ അവർക്ക് അവരുടെ സ്വാതന്ത്ര്യം, അവരുടെ ചോയ്സ് ഉപയോഗിക്കുമ്പോഴാണ് സ്വാതന്ത്ര്യം ശരിക്കും പറഞ്ഞാൽ യഥാർത്ഥമാകുന്നത്. Thus for Kant's concept of freedom, for Kant, the concept of freedom is, I think, tightly linked to autonomy, the ability to govern oneself. ഇവിടെ വീണ്ടും നമ്മൾ തിരിച്ച് ഗാന്ധിയുടെ ഹിന്ദ് സ്വരാജിലേക്ക് പോകുന്നുണ്ട്. സെൽഫ് ഗവേണൻസ്, the ability to govern oneself according to universal moral laws എന്ന് കാന്ത് പറയുന്നുണ്ട്, which one has rationally chosen to endorse. പക്ഷെ നമ്മൾ എത്രമാത്രം ഓട്ടോണമസ് ആണ്, എത്രമാത്രം ഏജൻസി വ്യക്തികൾ എന്നുള്ള നിലയിൽ നമുക്കുണ്ട് ഇന്ന് എന്നുള്ളതൊരു ചോദ്യം തന്നെയാണ്. From a sociological perspective, while people have individual agency, their autonomy is heavily shaped by social structures, norms and institutions. ഇപ്പം നേരത്തെ ഹരീഷ് സൂചിപ്പിച്ചു, ഇപ്പം ഞാൻ നൈഫ് വായിച്ചപ്പോൾ എനിക്ക് തോന്നിയ, റുഷ്ദിയുടെ മെമ്മോസ് വായിച്ചപ്പോൾ എനിക്കും തോന്നിയൊരു കാര്യമാണ്. അതായത് ഈ പുസ്തകം എഴുതുന്നതിന് മുമ്പ് എത്രയോ നാളുകൾക്ക് ശേഷം ജനിച്ച ഒരു ചെറുപ്പക്കാരൻ, അത് വായിച്ചിട്ടില്ലാത്ത ഒരു ചെറുപ്പക്കാരൻ ആ എഴുത്തുകാരനെ കൊല്ലാൻ പുറപ്പെടുന്നു. ഇത് വളരെ നാടകീയമായ ഒരു രംഗമാണ് ശരിക്കും പറഞ്ഞാൽ. അത് റുഷ്ദി അങ്ങനെ തന്നെ ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. So according to thinkers like Emile Durkheim, for example, societal expectations
വളരെ പ്രൊഫൗണ്ടായിട്ട് വ്യക്തികളുടെ മുകളിൽ, അവരുടെ ഡിസിഷൻസിൻ്റെ മുകളിൽ സബ് കോൺഷ്യസ് ആയിട്ട് ഒരു 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 വലിയ പിടിമുറുക്കൽ നമുക്ക് അവിടെ കാണാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, പീപ്പിൾ മേ ഫീൽ ഓട്ടോണോമസ് ഇൻ ചൂസിങ് ദ കരിയർ, പക്ഷേ അവരുടെ ചോയ്സസ് ആർ ലൈക്ലി ടു ബി ഇൻഫ്ലുവൻസ്ഡ് ബൈ കൾച്ചറൽ നോംസ്, ബൈ ഇക്കണോമിക് കണ്ടീഷൻസ്, ബൈ എഡ്യൂക്കേഷണൽ ആക്സസ്. സോ ഓട്ടോണമി ഒരു വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള, വളരെ കണ്ടസ്റ്റഡ് ആയിട്ടുള്ള ഒരു ടേമാണ്. അത് നമുക്കങ്ങനെ പൂർണ്ണ ഓട്ടോണമി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയേണ്ടി വരും. ഇറ്റ് ഈസ് ലിമിറ്റഡ് ബൈ ബോത്ത് ഇൻറ്റേർണൽ ഫാക്ടേഴ്സ് ലൈക്ക് സൈക്കോളജിക്കൽ കണ്ടീഷനിങ് ആൻഡ് ന്യൂറൽ പ്രോസസ്സസ്, ആസ് ഓൾസോ എക്സ്റ്റേർണൽ ഫാക്ടേഴ്സ്. സൊസൈറ്റൽ പ്രഷേഴ്സ് ആവാം, കൾച്ചറൽ പ്രഷേഴ്സ് ആവാം. അങ്ങനെ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ളൊരു ടെറൈനാണ്. ഓട്ടോണമിയുടെ ഒരു ടെറൈനിലേക്ക് പോവുക എന്ന് പറയുമ്പോൾ തന്നെ വി ആർ ഓൺ വെരി ടെനുവസ് ഗ്രൗണ്ട്സ്. തിരിച്ച് ഹരീഷ് പറഞ്ഞ ആ ഇൻസിഡൻറ്റിലേക്ക് ഒന്നുകൂടെ ഒന്ന് വരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇൻ ഓഗസ്റ്റ് 2022 സൽമാൻ റുഷ്ദി വാസ് അറ്റാക്ഡ് ബൈ എ മാൻ who stormed the stage during an event in New York, stabbing him multiple times. Severe ആയിട്ടുള്ള ഇഞ്ചുറീസ്, കണ്ണിന്, പല നെർവ്സിന്, പെർമനൻറ്റ് വിഷൻ ലോസ് ഓഫ് ഫങ്ഷനാലിറ്റി, ഒരു കൈ ചലിപ്പിക്കാനാവാതെ നെർവ് ഡാമേജ്. അപ്പം ഇങ്ങനെ പല ഡാമേജുകളാണെന്ന് റുഷ്ദിക്ക് സംഭവിച്ചത്. The assault happened during a public discussion on the importance of free expression. അതാണ് അതിൻ്റെ വൈരുദ്ധ്യം. An area Rushdie had long championed, particularly after the 1988-89 issuance of the fatwa. Now, how autonomous was Rushdie's assailant? അയാൾക്ക് ഏജൻസി ഉണ്ടോ എന്ന് ചോദിച്ചാൽ എങ്ങനെയാണ് നമ്മൾ അതിന് ഉത്തരം കണ്ടെത്തുക? വായിച്ചിട്ടില്ലാത്ത, ജനിക്കുന്നതിന് മുമ്പ് എഴുതപ്പെട്ട ഒരു കൃതി അതിൻ്റെ എഴുത്തുകാരനെ കൊല്ലുക എന്ന് പറഞ്ഞ് ഇറങ്ങിത്തിരിക്കുമ്പോൾ, ഒരു കത്തിയുമായി ഇറങ്ങിത്തിരിക്കുമ്പോൾ എത്രമാത്രം ഒട്ടോണമി അദ്ദേഹത്തിൻ്റെ ഡിസിഷനിലുണ്ട് എന്ന് നമ്മൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. റിപ്പോർട്ട്സ് പറയുന്നത് ഹി വാസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ ആൻറ്റി റുഷ്ദി റെറ്ററിക് എന്നൊക്കെയാണ്. പക്ഷേ സേത്തനിക് വേഴ്സസ് വായിച്ചിട്ടുമില്ല. അപ്പം റുഷ്ദിയുടെ റിക്കവറിക്ക് ശേഷം he continues to speak about resilience, noting the importance of creative freedom and voicing gratitude for surviving the attack. അപ്പം ഇതിൻ്റെ ഈ നൈഫ് എന്ന് പറയുന്ന ഇദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ ജീവിതത്തെക്കുറിച്ചും സർവൈവലിനെ കുറിച്ചും, ഒരുപക്ഷെ ആ ഡിഫയൻസിനെ കുറിച്ച്, ആ എതിർപ്പിനെ, സെൻസർഷിപ്പിനും വയലൻസിനോടുമുള്ള അദ്ദേഹത്തിൻ്റെ എതിർപ്പിനെ പറ്റിയൊക്കെ അദ്ദേഹം വളരെ ശക്തമായിട്ട് സംസാരിക്കുന്നുണ്ട്. Now, what I find interesting in Rushdie's memoir was his contemplation of that intimate moment. ആ ഒരു വളരെ വളരെ ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള ആ ഒരു നിമിഷം, 27 സെക്കൻഡ് എന്നാണ് റുഷ്ദി പറയുന്നത്. അയാളെ കൊല്ലാൻ വരുന്ന ആ കൊലയാളിയും റുഷ്ദിയുടെയും ഇടയിലുള്ള ആ ഒരു ഇൻറ്റിമസിന്ന് തന്നെ ആ വാക്ക് തന്നെയാണ് റുഷ്ദി ഉപയോഗിക്കുന്നത്. 27 സെക്കൻഡുകൾ when a knife was plunged into him multiple times. പല തവണ വലിച്ചൂരി വീണ്ടും കുത്തി. ആ 27 സെക്കൻഡിൽ ഒരു പരസ്പരം അവർ നിലനിർത്തിയ ഒരു ബോത്ത് ബോഡിലി ഇൻറ്റിമസി ആൻഡ് ദ ഇൻറ്റിമസി ഓഫ് ഡിസ്റ്റൻസ്. അപ്പോൾ ഈ ഒരു 27 സെക്കൻഡ് റുഷ്ദി എഴുതുന്നു, ഇൻ 27 സെക്കൻഡ്സ് ഇഫ് യു ഹാപ്പൻ ടു ബി ഇൻ എ റിലീജിയസ് ഫ്രെയിം ഓഫ് മൈൻഡ് യു ക്യാൻ റിസൈറ്റ് ദ ലോർഡ്സ് പ്രേയേഴ്സ്. അല്ലെങ്കിൽ നമുക്ക് റിലിജിയൻ കളയാം. ഓർ എസ്ച്യൂയിങ് റിലിജിയൻ യു കുഡ് റീഡ് അലൗഡ് വൺ ഓഫ് ഷേക്സ്പിയേഴ്സ് സോണറ്റ്സ്. 14 lines of iambic pentameter, octave and sestet. That's how long we had together in the only moment of intimacy we will ever share. റുഷ്ദീനെ പറ്റി പറയുന്നത് ഇറ്റ്സ് an intimacy of strangers. അവരനെ മുന്നിൽ നിർത്തിയ ഗാന്ധിയിൽ നിന്ന് ഇത് എത്ര ദൂരമാണെന്നൊന്ന് ആലോചിച്ച് നോക്കൂ. An intimacy of strangers, that's a phrase I have sometimes used to express the joyful thing that happens in the act of reading. ഇൻറ്റിമസി ഓഫ് സ്ട്രേഞ്ചേഴ്സ് ആണ് വായനയിൽ വരുന്നത്, പക്ഷേ ഇത് വായനയില്ലാത്ത ഒരു ഇൻറ്റിമസിയാണ്. ഇൻ ദ ആക്ട് ഓഫ് റീഡിങ്, ദാറ്റ് ഹാപ്പി യൂണിയൻ ഓഫ് ദ ഇൻറ്റീരിയർ ലൈഫ്സ് ഓഫ് ദി ഓഥർ ആൻഡ് ദ റീഡർ. അതുകൊണ്ടാണ് മീശ കത്തിച്ചപ്പോൾ എനിക്ക് പരാജയബോധം ഫീൽ ചെയ്തത്. സോ ദിസ് പ്രിസൈസ്ലി വാട്ട് റുഷ്ദി ഈസ് ഓൾസോ ട്രൈങ് ടു ടോക്ക് അബൌട്ട് ദ ഇൻറ്റിമസി ഓഫ് സ്ട്രേഞ്ചേഴ്സ്. ഹി റൈറ്റ്സ്, റുഷ്ദിയുടെ എഴുത്ത് എനിക്ക് തോന്നുന്നു വളരെ ഏറ്റവും ആ പുസ്തകത്തിലെ ഏറ്റവും കാതലായ ഒരു ഭാഗം ഇതാണ്. എ നൈഫ് ഇസ് എ ടൂൾ ആൻഡ് അക്വയർസ് മീനിങ് ഫ്രം ദ യൂസ് വി മേക്ക് ഓഫ് ഇറ്റ്. ഇറ്റ് ഈസ് മോറലി ന്യൂട്രൽ. അങ്ങനെ മോറൽ ആറ്റിറ്റ്യൂഡ്സ് ഒന്നും നൈഫിനില്ല, ഒരു കത്തിക്കില്ല. ഇറ്റ് ഈസ് ദ മിസ്യൂസ് ഓഫ് നൈഫ്സ് ദാറ്റ് ഈസ് ഇമ്മോറൽ.
Wow, I told myself, a hard pause. Wasn't that the same thing as saying, guns don't kill people, people kill people? Was I falling into a familiar trap? No, because a gun had only one use, one purpose. You couldn't cut a cake with a Glock, or cook with an AR-15, or open a bottle of beer with James Bond's favorite Walter PPK. A gun's only way of being in the world was violence. Its sole purpose was to cause damage, even to take lives, animal or human. A knife was not like a gun. പിന്നീട് റുഷ്ദി പറയുന്നതാണ് വളരെ സിഗ്നിഫിക്കൻറ്റ്. ലാംഗ്വേജ് ടു വാസ് എ നൈഫ്. ഭാഷയും ഒരു കത്തിയാണ്. It could cut open the world and reveal its meanings, its inner workings, its secrets, its truths. It could cut through from one reality to another. It could call bullshit, open people's eyes, create beauty. Language was my knife. If I had unexpectedly been caught in an unwanted knife fight, maybe this was a knife I could use to fight back. It could be the tool I would use to remake and reclaim my world, to build the frame in my picture of the which my picture of the world would once more hang on my wall, to take charge of what happened to me, to own it, make it mine. I think this is fascinating writing about language itself as knife. The question of freedom becomes more complex as we progress across ages. ഞാൻ കാന്തിൽ നിന്ന് തുടങ്ങി കുഷ്ടിയിലെത്തി. പക്ഷെ ഞാൻ പോകുന്നത് ദരിദ്ര എന്ന ഒരു ചിന്തകനിലേക്ക്. എനിക്കുള്ള മലയാളികൾക്കെല്ലാം അറിയാവുന്ന ഒരു ചിന്തകനാണ്. ഇൻ ദ 20th century when we come to Derrida, സ്വാതന്ത്ര്യം പോലുള്ള ആശയങ്ങളുടെ അർത്ഥം സ്ഥിരമല്ലെന്നാണ് ദരിദ്രയുടെ ചിന്ത സൂചിപ്പിക്കുന്നത്. ഡികൺസ്ട്രക്ഷൻ വഴി ദരിദ്ര ആധികാരികമായ നിശ്ചയത്വങ്ങളെ ചോദ്യം ചെയ്യുന്നു. ഭാഷയുടെ സ്വഭാവം കാരണം ഒറ്റൊരാശയത്തിന് പോലും സ്ഥിരമായ അർത്ഥം ലഭിക്കാനാവില്ല എന്നാണ് ദരിദ്ര പറയുന്നത്. ഇക്കാര്യത്തിൽ സ്വാതന്ത്ര്യത്തിൻ്റെ ആശയവും സ്ഥിരമല്ല. അത് ഭാഷാപരം. ഇപ്പം ഉദാഹരണത്തിന് ഋഷി തന്നെ നോക്കൂ. നൈഫിൽ നിന്ന് തുടങ്ങി, അസൈലിൻ്റെ നൈഫിൽ നിന്ന് തുടങ്ങി സ്വന്തം കത്തിയിലേക്ക് വരുന്ന റുഷ്ദി, കത്തി എന്ന വാക്കിൻ്റെ ഒരുപക്ഷെ അതിൻ്റെ അർത്ഥങ്ങളെ അസ്ഥിരപ്പെടുത്തുന്നത് നമുക്ക് കാണാൻ പറ്റും. സോ അത് ഭാഷാപരമായും സാമൂഹിക സാഹിത്യപരമായും ചരിത്രപരമായും വ്യത്യസ്തമായ രീതികളിൽ മാറി പോകുന്ന, സ്വാതന്ത്ര്യം എന്ന വാക്ക് മാറി തെന്നി പോകുന്നതായി നമുക്ക് കാണാൻ പറ്റും. അപ്പം ദരിദ്ര പറയുന്നുണ്ട്, ഫ്രീഡം ഈസ് എൻ അൺസ്റ്റേബിൾ കോൺസെപ്റ്റ്. സ്വാതന്ത്ര്യം എന്നത് ഒരു അസ്ഥിര ആശയം മാത്രമാണ്. ഫ്രീഡം ലൈക്ക് ഓൾ കോൺസെപ്റ്റ്സ് റിലൈസ് ഓൺ ഒപ്പോസിഷണൽ ഡെഫിനേഷൻ. സ്വാതന്ത്ര്യം എന്ന ആശയം എതിർനിലപാടുകളിൽ നിന്നാണ്. ഫ്രീഡം വേഴ്സസ് കൺസ്ട്രെയിൻഡ്, ഫ്രീഡം വേഴ്സസ് നെസസിറ്റി. ഇത്തരം എതിർനിലപാടുകളിൽ നിന്നുകൊണ്ടാണ് അത് അർത്ഥം കണ്ടെത്തുന്നത്, ഈ ദ്വന്ദ്ങ്ങളിലൂടെയാണ്. എന്നാൽ ദരിദ്ര ഡിഫറൻസ് ആശയപ്രകാരം, ദരിദ്രയുടെ ഡിഫറൻസ് എന്നുള്ള ആശയപ്രകാരം ഈ എതിർപ്പുകൾ പോലും അല്ലെങ്കിൽ ഈ ബൈനറീസ് പോലും അത്ര നിഷ്കളങ്കമല്ല. അപ്പോൾ എല്ലാം ഒരുമിച്ച് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു ബോണ്ടാണ്. ഈ ബോണ്ട് മൂലമാണ് സ്വാതന്ത്ര്യത്തിൻ്റെ അർത്ഥവും ഓരോ സന്ദർഭത്തിലും മറിയുന്നതായി നമുക്ക് കാണാൻ പറ്റുന്നത്. ഒരുപക്ഷെ ഒരു ദരിദ്രൻ ചിന്താ പദ്ധതിയിൽ ഫ്രീഡം ഈസ് ഓൾവേസ് ഇൻ പ്രോസസ്. ഇറ്റ് ക്യാൻ നെവർ ബി ഫൈനൽ, ഇറ്റ് ക്യാൻ നെവർ ബി സ്റ്റേബിൾ, ഇറ്റ് ക്യാൻ നെവർ ബി അച്ചീവബിൾ ഇൻ ദാറ്റ് സെൻസ്. ഫോർ എക്സാമ്പിൾ, the political or personal notion of freedom varies depending on the social or the historical or the linguistic context in which it is used. As with other concepts, Derrida analyzes freedom containing contradictions. Being free can imply both self-determination and the absence of obligations. Two meanings that are actually in conflict in practice. സ്വാതന്ത്ര്യം എന്നത് ഒരിക്കലും തീർന്നു പോകുന്ന ഒന്നല്ല, അല്ലെങ്കിൽ കണ്ടെത്തുന്ന ഒന്നല്ല, അത് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയാണ്. ഉദാഹരണത്തിന് രാഷ്ട്രീയമായോ വ്യക്തിപരമായോ സ്വാതന്ത്ര്യത്തിൻ്റെ അർത്ഥം സാമൂഹിക ഭാഷാപരമായ സാഹചര്യങ്ങൾ അനുസരിച്ച് വ്യത്യസ്തപ്പെടുന്നതായി നമുക്ക് കാണാൻ പറ്റും. മറ്റു ആശയങ്ങളെപ്പോലെ സ്വാതന്ത്ര്യത്തിനും പലവിധം പ്രതിസന്ധികളുണ്ട്. സ്വയം നിശ്ചയിക്കാനുള്ള സ്വാതന്ത്ര്യവും ബാധ്യതകളിൽ നിന്ന് ഒരുപക്ഷെ വിടുതൽ നേടാനുള്ള ആശയവും പലപ്പോഴും തമ്മിൽ ഏറ്റുമുട്ടുന്നത്, കൂട്ടിയിടിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും.
അപ്പം just as the meaning of a word is deferred and never complete, സ്വാതന്ത്ര്യം എന്ന ആശയവും ഡെഫേർഡ് ആണ്. ഇറ്റ് ഈസ് എൻ ഐഡിയൽ ദറ്റ് ഈസ് ഓൾവേസ് ദെയർ ഓൺ ദ ഹൊറൈസൺ. ചക്രവാളത്തിൽ മാത്രമേ അത് നിൽക്കുന്നുള്ളൂ. നെവർ ഫുള്ളി റിയലൈസ്ഡ് ഓർ നെവർ ഫുള്ളി ഫിക്സ്ഡ്. ഒരു വാക്കിൻ്റെ അർത്ഥം എപ്പോഴും തെന്നി പോകുന്ന, പെട്ടുകൊണ്ടേയിരിക്കുന്ന ഒന്നാണ് എന്ന് ദരിദ്ര പറയുന്നുണ്ട്. ഡെഫേർഡ്. സ്വാതന്ത്ര്യം ഒരു ലക്ഷ്യം മാത്രമായിരിക്കുന്നു, ഒരിക്കലും പൂർണ്ണമാവില്ല എന്ന് അതുകൊണ്ട് തന്നെ നമ്മൾ പറയേണ്ടി വരും. അതിനാൽ സ്വാതന്ത്ര്യത്തിൻ്റെ അർത്ഥം വിവിധ ആശയ ശ്രേണികളിൽ, അത് ദാർശനികമാകട്ടെ, ലീഗലാവട്ടെ, നിയമത്തിൻ്റെ ഒരു ഡിസ്കോഴ്സിലാവട്ടെ, രാഷ്ട്രീയപരമായിട്ടാകട്ടെ, ഇതിലൊക്കെ തന്നെ ഒരു പ്രക്രിയയായിട്ട് നമ്മൾ കാണേണ്ടി വരും. അപ്പം ദരിദ്രെ പോലുള്ളവർ റൈറ്റിംഗ് ഈസ് എൻ ആക്ട് ഓഫ് ഫ്രീഡം എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ് അത് ഇന്ന് ഏറ്റവും കൂടുതൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഒരുപക്ഷെ അംഗീകരിക്കേണ്ടി വരുന്ന ഒരു ഐഡിയ ആണത്? കാരണം റൈറ്റിംഗ് ലൈക്ക് ഫ്രീഡം റെസിസ്റ്റ് ക്ലോഷർ. അതിന് അവസാനങ്ങളില്ല, ക്ലോഷേഴ്സ് ഇല്ല. The meaning of a text is never fully determined by the author's intention. ഹരീഷ് എന്ത് പറഞ്ഞാലും ഹരീഷിൻ്റെ മീശയുടെ അർത്ഥം ഹരീഷിനെ നിർവചിക്കാൻ പറ്റില്ല. Escapes control, invites multiple, even contradictory interpretations. In this sense, writing is free because it opens up endless possibilities for meaning, refusing to be confined to a single authoritative reading. അപ്പം ദരിദ്രൻ ഒരു ചിന്താ പദ്ധതിയിൽ എഴുത്ത് ഒരു സ്വാതന്ത്ര്യ പ്രവർത്തനമാണ്. കാരണം അതിന് നിശ്ചിതത്വമില്ല, അല്ലെങ്കിൽ അവസാന അർത്ഥം അതിന് കൽപ്പിക്കാൻ പറ്റില്ല. എഴുത്തുകാരൻ്റെ ഉദ്ദേശം മാത്രമല്ല ഒരു വാചകത്തിൻ്റെ അർത്ഥത്തെ നിർണ്ണയിക്കുന്നത് എന്ന് നമ്മൾ പറയേണ്ടി വരും. അതിൻ്റെ അർത്ഥം പലവട്ടം മാറുകയും പലതരം വ്യാഖ്യാനങ്ങൾക്ക് വഴിയൊരുക്കുകയും ഒക്കെ ചെയ്യുന്നു. അപ്പം ഇവിടെ ഫ്രീഡം ഓഫ് റൈറ്റിംഗ് എന്ന് പറയുന്നത്, എഴുത്തിൻ്റെ സ്വാതന്ത്ര്യം ശരിക്കും പറഞ്ഞാൽ ഇറ്റ് ബിക്കംസ് എൻ അനാലജി ഫോർ ഫ്രീഡം ഇറ്റ് സെൽഫ്. The freedom of writing reflects the freedom of meaning making. Just as a text never has a final interpretation, freedom itself can never be pinned down to a single definition or experience. So this is why Derrida might suggest that true freedom lies in recognizing and embracing the openness. ഞാൻ ഓപ്പൺനെസ്സിന് എന്താണ് മലയാളം കുറേ ആലോചിച്ചു. എന്താണ് ഹരീഷ്? തുറസായിരിക്കൽ, ഒരു തുറന്നു കൊടുക്കൽ, അങ്ങനെയൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇൻഡിറ്റർമിനസി, അല്ലേ? ശരിയല്ലേ? അപ്പം ഈ ഒരു ഓപ്പൺനെസ്, അതിനെ എംബ്രേസ് ചെയ്തെങ്കിൽ മാത്രമേ ശരിക്കും ഫ്രീഡം വരികയുള്ളൂ എന്ന് ദരിദ്രൻ ഒരു പദ്ധതിയിൽ നമുക്ക് പറയേണ്ടി വരും. അപ്പോൾ ഈ തുറസായിരിക്കൽ അല്ലെങ്കിൽ ഇൻഡിറ്റർമിനസി, നിശ്ചയമില്ലായ്മ, ഇറ്റ് ഈസ് ഇൻഹെറൻറ്റ് ടു ഫ്രീഡംസ്, ടു ലാംഗ്വേജ് ആൻഡ് ടു ലൈഫ്. അപ്പം ഇവിടെ ഒരു പക്ഷേ ഈ ഒരു പദ്ധതിയിൽ റൈറ്റിംഗ് ബിക്കംസ് ആൻ എത്തിക്കൽ മോഡൽ ഫോർ ഫ്രീഡം. എഴുത്ത് സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു നൈതിക മാതൃകയായി മാറുന്നു എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. കാരണം ദരിദ്ര's നോഷൻ ഓഫ് റൈറ്റിംഗ് ഓൾസോ ഓഫേഴ്സ് ആൻ എത്തിക്കൽ മോഡൽ ഫോർ തിങ്കിങ് അബൌട്ട് ഫ്രീഡം. ബിക്കോസ് മീനിങ് ഇഫ് ഇറ്റ് ഈസ് അൺസ്റ്റേബിൾ, റൈറ്റിംഗ് ഡിമാൻഡ്സ് റെസ്പോൺസിബിലിറ്റി. അത്രയധികം അസ്ഥിരമാണ് അർത്ഥങ്ങളെങ്കിൽ, അത്രയധികം അസ്ഥിരമാണ്, അൺസ്റ്റേബിളാണ്, ഫ്രജൈലാണ് അർത്ഥവും മീനിങ്ങുമെങ്കിൽ, റൈറ്റിംഗ് ഡിമാൻഡ്സ് റെസ്പോൺസിബിലിറ്റി. Every act of interpretation or expression involves choices about how to understand or frame meaning. അപ്പം this echoes the ethical challenges of freedom. എങ്ങനെയാണ് നമ്മൾ ഫ്രീഡത്തെ എത്തിക്കലി കാണേണ്ടത്? അതിൻ്റെ മുമ്പിലുള്ള ചലഞ്ചസ് എന്താണ്? ബീയിങ് ഫ്രീ മീൻസ് ടേക്കിംഗ് റെസ്പോൺസ്. നമ്മൾ തിരിച്ച് ഗാന്ധിയിലേക്ക് ഒരു അർത്ഥത്തിൽ എത്തുന്നു. ഫോർ ഹൗ വി യൂസ് ദറ്റ് ഫ്രീഡം, നോയിങ് ദാറ്റ് നോ ചോയ്സ് ഓർ നോ മീനിങ് ഇസ് ഫൈനൽ. അപ്പം എഴുത്തിവിടെ ഒരു നൈതിക മാതൃകയായും അല്ലെങ്കിൽ സ്വാതന്ത്ര്യം മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഒരു മാതൃകയായിട്ട് നമുക്ക് കാണാൻ പറ്റും. എന്തുകൊണ്ട് എന്നാൽ എഴുത്തിൻ്റെയും അർത്ഥത്തിൻ്റെയും പ്രതിസന്ധി നമ്മെ ഉത്തരവാദിത്തമുള്ളവരാക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഓരോ വ്യാഖ്യാനത്തിൻ്റെയും ദിശയും അർത്ഥവും നമ്മുടെ തെരഞ്ഞെടുപ്പിനെ ആശ്രയിക്കുന്നു. ഇത് തന്നെ സ്വാതന്ത്ര്യത്തിൻ്റെ നൈതിക വെല്ലുവിളിയാണ് എന്ന് നമുക്ക് പറയാം. സ്വതന്ത്രമാകുന്നു എന്നത് ഉത്തരവാദിത്തം എടുക്കലുകൾ കൂടിയാണ്. ഓരോ തീരുമാനത്തിനും ഒരു തീരുമാനമോ ഒരു അർത്ഥമോ അവസാനമല്ലെന്ന് ഒരു ഓർമ്മപ്പെടുത്തലാണ് എഴുത്ത് എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇവിടെയാണ് ഈ ഒരു സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു നൈതിക മാതൃക എന്ന് ഞാൻ പറയുന്നത്. നാലാമതായിട്ട്, റൈറ്റിംഗ്സ് ആപ്ലിക്കേഷൻ ഫോർ ഫ്രീഡം. ജസ്റ്റ് ആസ് റൈറ്റിംഗ് റിക്വയർസ് എ വില്ലിംഗ്നെസ് ടു accept
that others will interpret text differently. ഞാൻ എഴുതുന്ന രീതിയിൽ മാത്രമേ ഒരു ടെക്സ്റ്റ് ഇൻ്റർപ്രറ്റ് ചെയ്യാൻ പാടുള്ളൂ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എന്ന് പറഞ്ഞ പോലെ ഫ്രീഡം റിക്വയർസ് accepting that others will live, choose and interpret freedom differently. Freedom, like writing, thus involves both openness and responsibility. അപ്പോൾ ഇവിടെ a tension that resists simple resolution. പെട്ടെന്ന് തീരുന്ന ഒരു ടെൻഷൻ അല്ല ഇത് ഓപ്പൺനെസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. മറ്റുള്ളവർ എഴുത്ത് വ്യത്യസ്തമായി വ്യാഖ്യാനിക്കുന്നതിനെക്കുറിച്ച് അംഗീകരിക്കേണ്ടതുപോലെ തന്നെ സ്വാതന്ത്ര്യത്തോടുള്ള വ്യത്യസ്തമായ സമീപനങ്ങളും ജീവിതശൈലികളും നാം അംഗീകരിക്കേണ്ടി വരും. എഴുത്തും സ്വാതന്ത്ര്യവും ഒരുപോലെ തുറന്ന മനസ്സോടെ ഉത്തരവാദിത്വത്തോടെ സമീപിക്കേണ്ട ഒന്നായി മാറുന്നത് ഇവിടെ ഇതുകൊണ്ടാണ്. ഇത്രയൊക്കെ പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഇന്ന് എഴുത്തൊരു കല മാത്രമല്ല, അതൊരു പ്രതിരോധമാണ്. അത് ഹരീഷ് എഴുതുന്നത് പോലെ തന്നെ ഒരു ക്ലാസ് മുറിയിൽ നമ്മൾ പഠിപ്പിക്കുമ്പോൾ അവിടെയുമുണ്ട് ഈ വാക്കുകളുടെ ഈ ഒരുപക്ഷെ വാക്കുകളിലൂടെ കൂട്ടിക്കലർത്തി നമ്മൾ നടത്തുന്ന പല പ്രതിരോധങ്ങൾ അവിടെയുണ്ട്. അപ്പം എഴുത്തൊരു കലയല്ല, അതൊരു പ്രതിരോധമാണ്, പ്രതീക്ഷയുടെ ഒരു വിളക്കുമാണ്, ഒരുപക്ഷെ മാറ്റത്തിൻ്റെ ഉപാധിയുമാണ്. പക്ഷേ ഭയമില്ലാതെ എഴുതാനും ഭയമില്ലാതെ വായിക്കാനും അതും ഒരു അവകാശമാണ്. ഭയമില്ലാതെ വായിക്കാനും സംഭ്രമങ്ങളില്ലാതെ ചോദ്യങ്ങൾ ഉന്നയിക്കുവാനും വിസമ്മതിക്കുവാനും ഒക്കെ നമുക്ക് കഴിയട്ടെ എന്ന് മാത്രമേ എനിക്കിവിടെ പറയാൻ പറ്റുള്ളൂ. ഒരു ലാർജർ ഈ ഒരു കോണ്ടെക്സ്റ്റിൽ ഐ എൻഡ് വിത്ത് എ പോയം ബൈ ബർട്ടോൾഡ് ബ്രെക്റ്റ്, ദ ബേണിംഗ് ഓഫ് ദ ബുക്സ്. ഈ പോയം എനിക്ക് വളരെ ചെറിയൊരു പോയമാണ്, എനിക്കൊന്ന് വായിക്കണം എന്നുണ്ട്. When the regime commanded the unlawful books to be burned, teams of dull oxen hauled huge cartloads to the bonfires. കത്തി എഴിയുന്ന ആ ചിതയിലേക്ക് വലിയ വലിയ പുസ്തകങ്ങളുടെ കാർട്ടൻസ് ഈ കാളകൾ വലിച്ചുകൊണ്ടുപോയി. Then a banished writer, one of the best, scanning the list of excommunicated texts, banned books, became enraged. He had been excluded. അയാളുടെ പേര് അതിലില്ല, കത്തിക്കുന്ന പുസ്തകങ്ങളിൽ അയാളുടെ പേരില്ല. He rushed to his desk, full of contemptuous wrath, to write a fierce letter to the morons in power. Burn me, he wrote with his blazing pen. Haven't I always reported the truth? ഞാൻ സത്യം മാത്രമല്ലേ പറഞ്ഞിട്ടുള്ളൂ. Now here you are treating me like a liar. Burn me. അപ്പം ഇത് ഒരുപക്ഷെ ഞാനിത് വായിച്ചപ്പോൾ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നത് ഏറ്റവും റെവല്യൂഷണറി ആയിട്ടുള്ള ഒരു റൊമാൻറ്റിക് കവിയുടെ ചില വരികളെയാണ്. ഷെല്ലി പറഞ്ഞ Scatter us from an unextinguished hearth, ashes and sparks, my words among mankind. കത്താതെ നിൽക്കുന്ന ഈ ഒരു എൻ്റെ കനല് അത് എല്ലായിടത്തും എൻ്റെ ആ വാക്കുകൾ വിതറൂ എന്നാണ് ഷെല്ലി പറയുന്നത്. Be through my lips to unawakened earth the trumpet of a prophecy. അങ്ങനെ അധികാരത്തോടെ സത്യം ഉറക്കെ വിളിച്ചു പറയുന്ന എഴുത്തുകാർ നമ്മൾക്കുണ്ടാവട്ടെ. അവരെ സധൈര്യം വായിക്കുന്ന വായനക്കാർ ഉണ്ടാവട്ടെ. പുസ്തകത്താളുകൾ കത്തുന്ന ആഴിയിൽ അവശേഷിപ്പിക്കുന്ന കനലാണ് സത്യം. കാരണം കത്തിയെരിയുന്നത് എനിക്ക് തോന്നുന്നു ഷെല്ലി പറഞ്ഞ പോലെ ജഡമായ ചിന്തകൾ മാത്രമാണ്. കത്താത്ത കനലായി ഒരു പുതിയ നാളെയുടെ കാഹളമായി അവ നമ്മുടെ ആകാശങ്ങളിലും നമ്മുടെ ഭൂമിയിലും മുഴങ്ങട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എഴുത്തിൻ്റെ പുതിയ ചക്രവാളങ്ങൾ, സ്വാതന്ത്ര്യത്തിൻ്റെ പുതിയ ചക്രവാളങ്ങൾ നമുക്ക് മുമ്പിൽ തുറന്നിടാൻ വക്കം മൗലവിയെ പോലുള്ള യുഗപുരുഷന്മാർ ഇനിയും ഉണ്ടാവട്ടെ എന്ന് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ആശംസിച്ചുകൊണ്ട് പറയാം. ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. മീനാക്ഷി പിള്ള നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന പോലെ തന്നെ വളരെ ആഴത്തിൽ ഈ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചു. ഇനി ചോദ്യങ്ങളിലേക്ക് പോകാനുള്ള കുറച്ച് സമയമാണ്. ഉദ്ദേശം ഒരു 20 മിനിറ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ചോദ്യങ്ങളിലേക്ക് നമുക്ക് ചോദിക്കാവുന്നതാണ് ഓരോരുത്തർക്കായി. പ്രൊഫസർ മീനാക്ഷി, ഹലോ. പറയൂ സർ. ഹലോ പ്രൊഫസർ മീന, ഞാന് നല്ല വളരെ ഗംഭീരമായൊരു പ്രഭാഷണമായിരുന്നു. എനിക്കതിന് പ്രധാനമായിട്ട് എനിക്കൊരു ചെറിയ സംശയം തോന്നാം. എനിക്ക് ഈ നമ്മുടെ വായനയുടെയൊക്കെ ഒരു പ്രശ്നമായിട്ട് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത്. അപ്പം
എന്തുകൊണ്ട് മീശ ഒരു പ്രത്യേക ഘട്ടത്തിൽ അവസാനിപ്പിക്കേണ്ടി വന്നു. എന്നാൽ ആ മീശ എന്ന് പറയുന്ന നോവൽ ഒരു അസാധാരണമായ ഒരു പ്രദേശത്തിന്റെ ഒരു അസാധാരണമായ ഒരു ആത്മകഥയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ആ പുസ്തകം നമുക്ക് വായിക്കുമ്പോൾ. എന്നാൽ അത് മാതൃഭൂമിയിൽ ഒരു 3 4 എത്ര 3 ഇഷ്യൂ ആണെന്ന് തോന്നുന്നു അല്ലേ? 3 ഇഷ്യൂ. ആ 3ാമത്തെ ഇഷ്യൂ വന്നതോടുകൂടിയാണ് അതിന്റെ പ്രസിദ്ധീകരണം അവസാനിക്കുന്നത്. അതെന്തുകൊണ്ടാണ് സംഭവിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കൃതിയുടെ അവതരണം അതിന്റെ പൂർത്തീകരണത്തിന് പോലും കാത്തു നിൽക്കാതെ ആ കൃതിയുടെ ഒരു ഭാഗത്തെ വളരെ കൃത്യമായ അജണ്ടയോടുകൂടി അത് വ്യാഖ്യാനിച്ചാണ് അതിനെ അവസാനിപ്പിച്ചത്. അപ്പൊ ഇത് വായനയുടെ ഒരു സ്വാഭാവികമായ ഒരു പ്രശ്നമായിട്ടല്ല എനിക്ക് തോന്നിയിട്ടുള്ളത്, വളരെ ആസൂത്രിതമായ ഒരു രാഷ്ട്രീയ പ്രക്രിയയുടെ ഭാഗം കൂടി ആയിട്ടാണ് അത് സംഭവിച്ചത്. ഇത് നമുക്ക് എന്തും എങ്ങനെയും വായിക്കാം, വ്യാഖ്യാനിക്കാം എന്ന് പറയുമ്പോഴുള്ള ഒരു പ്രശ്നം. ഞാനിപ്പോ ദറീദയെ പറ്റി ഡോക്ടർ മീന പറഞ്ഞ മാതിരി നമ്മൾ വ്യാഖ്യാനിക്കുന്ന എന്തിനെയാണ്? അത് ഇന്നിപ്പോ നമ്മൾ പൊളിറ്റിക്കൽ കറക്റ്റ്നെസിന്റെ കാലമാണ്. നമ്മൾ വാക്കുകളും വാചകങ്ങളും എല്ലാം ഉപയോഗിക്കുമ്പോൾ വളരെ സൂക്ഷ്മത വേണ്ടി ഇരിക്കുന്നു, ജാഗ്രത വേണം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഇപ്പൊ ഒരുപാട് കൃതികളൊക്കെ എഴുതുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു സ്വാഭാവികമായ ഒരു വെല്ലുവിളിയാണത്. നമുക്ക് ഇനി അത് തുടർന്ന് എഴുതണമെങ്കിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ജാഗ്രത പാലിക്കേണ്ടിയിരിക്കുന്നു എന്നൊരു തോന്നൽ ഈ കാലത്തുണ്ടായിരിക്കുന്നു. ഇപ്പൊ ഞാൻ ഒരു ഉദാഹരണം പറയാം. NS മാധവൻ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് പിന്നെ ഒരു ചെറുകഥ എഴുതിയിരുന്നു. എനിക്ക് തോന്നുന്നു എല്ലാവരും വായിച്ചിട്ടുണ്ടാവും, പാല് വിരിയുന്ന കാലം. അപ്പൊ അന്ന് ഇത് ഉത്തരേന്ത്യയിലെ യാത്ര ചെയ്യുന്ന ഒരു യാത്രക്കാരൻ, ഒരു സാബു എന്ന് പറയുന്ന ഒരാള്, കുറച്ച് മാംസവുമായിട്ട് ഇങ്ങനെ യാത്ര ചെയ്യുന്ന അയാൾക്കുണ്ടാകുന്ന ഒരു പ്രശ്നമാണ്. അപ്പൊ അന്ന് ആൾക്കാർ ചോദിച്ചത്, എന്തുകൊണ്ട് മാധവൻ അയാൾക്കൊരു മുസ്ലിമിന്റെ പേരിട്ടില്ല, സാബു എന്ന് പേരിട്ടത് എന്തുകൊണ്ടാണ്? യഥാർത്ഥത്തിൽ ഒരു സാബുവിന് ഉത്തരേന്ത്യയിൽ മാംസമായിട്ട് പോകുമ്പോൾ ഇങ്ങനെ സംഭവിക്കാറുണ്ടോ എന്നൊക്കെയാണ് വ്യാഖ്യാനിക്കുന്നത്. അപ്പം ഞാൻ മാധവനോട് ചോദിച്ചിട്ടുള്ളതാണ്, മാധവൻ അങ്ങനെ ജാഗ്രതയോട് കൂടിയാണോ അത് എഴുതിയെന്നുള്ള എനിക്കറിയില്ല. നേരത്തെ മാധവനെതിരെ ഹിഗ്ഗിറ്റയുടെ കാലത്തുണ്ടായ ഒരു ചർച്ച ഞാൻ ഓർക്കുന്നുണ്ട്. കഥാപാത്രങ്ങളെ അതിന്റെ സന്ദർഭങ്ങളിൽ നിന്ന് എടുത്തു മാറ്റിയിട്ട് അതിനെ യഥാർത്ഥത്തിൽ അത് വ്യാഖ്യാനം എന്ന് വിളിക്കാൻ പറ്റത്തില്ല, ഭയങ്കരമായി ദുർവ്യാഖ്യാനിക്കുന്ന സന്ദർഭങ്ങൾ പലപ്പോഴും ഉണ്ടാകാറുണ്ട്. അത് ഇന്ന് ഏറ്റവും കൂടി വരുന്നൊരു കാലമാണ്. അപ്പൊ ഞാനിപ്പോ മറ്റെങ്ങും പോകേണ്ട കാര്യമില്ല. ഒരു ഉദാഹരണം, സുദേശാഭിമാനി രാമകൃഷ്ണപിള്ള സുദേശാഭിമാനി കണ്ടുകെട്ടുന്നതിന് അവസാന കാലങ്ങളിൽ എഴുതിയ കുറെ ലേഖനങ്ങളൊക്കെയാണ് വിവാദം ഉണ്ടാക്കിയത്. പക്ഷെ അതിലൊരു എഡിറ്റോറിയൽ അക്കാലത്ത് എഴുതിയ എഡിറ്റോറിയൽ അക്കാലത്ത് ഒരിക്കലും ഒരു വിവാദം ഉണ്ടാകാതിരുന്ന ഒരു എഡിറ്റോറിയൽ ഒരു 60 കൊല്ലം കഴിഞ്ഞ ശേഷം ഭയങ്കരമായ ദുർവ്യാഖ്യാനിക്കുകയും ഒരു പുതിയ നറേറ്റീവ് ക്രിയേറ്റ് ചെയ്യുകയും ചെയ്തു. സുദേശാഭിമാനി ആവശ്യമുള്ള ഒരു വർഗീയവാദിയായിരുന്നു എന്നും സവർണ ഹിന്ദുവായിരുന്നു ഒക്കെ വ്യാഖ്യാനിക്കുന്ന രീതിയിലേക്ക്, ദളിത് വിരുദ്ധനായിരുന്നു, ഇത്തരം നറേറ്റീവ്സ് ക്രിയേറ്റ് ചെയ്യാൻ ഒരു എഡിറ്റോറിയലിന്റെ പൂർണ്ണമായ എഡിറ്റോറിയൽ ഉദ്ധരിക്കാതെ എഡിറ്റോറിയലിന്റെ ഏതെങ്കിലും ഭാഗത്തുള്ള 2 3 സെന്റൻസുകൾ അടർത്തി മാറ്റുക. മെറ്റഫോറിക്കലി സുദേശാഭിമാനി ഉപയോഗിച്ചിരുന്ന പല കാര്യങ്ങളെയും ഇത്തരത്തിൽ ദുർവ്യാഖ്യാനിക്കുന്നത് കാണാൻ പറ്റും. ഇതിപ്പോ ഇന്ന് ഈ കാലത്തിന്റെ ഒരു പ്രശ്നമാണോ, അതോ നമ്മുടെ ഈ വായനാശീലത്തിന്റെ, വായനയുടെ സംവേദനക്ഷമത, നമ്മളെ സെൻസിബിലിറ്റി ഒക്കെ നശിച്ചു പോയതിന്റെ ഒരു ഫലമാണോ? എന്താണ് പ്രൊഫസർ മീനയ്ക്ക് ഇതിനെപ്പറ്റി പറയാനുള്ളത്? നമ്മളിപ്പോ ഈ സ്വാതന്ത്ര്യം കൊടുക്കുന്നത് എല്ലാവർക്കും ഒരേപോലുള്ള സ്വാതന്ത്ര്യം ആണോ? ഇത് ഒരു കൃതിയെ വ്യാഖ്യാനിക്കുക എന്ന് പറഞ്ഞാൽ ആ കൃതിയുടെ ഭാഗങ്ങളെ എടുത്താണോ വ്യാഖ്യാനിക്കുന്നത്, അതിന്റെ ആകത്തുക ദ ഹോൾ ആണോ ദ പാർട്സ് ആണോ എന്നുള്ളൊരു വലിയ ക്വസ്റ്റ്യൻ ഉണ്ട്. നമുക്കങ്ങനെ പലപ്പോഴും വ്യാഖ്യാനിക്കുമ്പോഴുള്ള ഒരു പ്രശ്നം, ഒരു ഹെർമനോട്ടിക്കൽ പ്രശ്നം കൂടിയാണത്. അത്തരം വ്യാഖ്യാനങ്ങളുടെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ ഭാഗങ്ങളെയാണ് വ്യാഖ്യാനിക്കുന്നത്. പുസ്തകത്തിന്റെ ഇപ്പോ മീശയുടെ യഥാർത്ഥത്തിലുള്ള കഥ നമ്മൾ വായിക്കണമെങ്കിൽ അതിന്റെ ഭാഗങ്ങളെ മാത്രം പോരാ, അതിന്റെ ഹോൾ ടെക്സ്റ്റിനെ നമ്മൾ മുന്നിൽ നിർത്തിക്കൊണ്ട് മാത്രമേ വായിക്കാനും വ്യാഖ്യാനിക്കാനും പറ്റൂ. കഥാപാത്രങ്ങളെയും സന്ദർഭങ്ങളെയും വാക്കുകളെയും വാചകങ്ങളെയും സംഭാഷണങ്ങളെയും അതിന്റെ സന്ദർഭത്തിൽ നിന്ന് അടർത്തി മാറ്റിയാണ് പലപ്പോഴും ഇത്തരം ദുർവ്യാഖ്യാനങ്ങൾക്ക് കാരണമാകുന്നത്.
അത് ഇതൊരു വലിയ പ്രശ്നമാണ്. വ്യാഖ്യാനമാണോ ദുർവ്യാഖ്യാനമാണോ എന്നുപോലും തീരുമാനിക്കുന്നത് ഈ വായനക്കാരുടെ ഒരു സ്വാതന്ത്ര്യവും ആ കാലഘട്ടത്തിലെ ഒരു രാഷ്ട്രീയ സാമൂഹിക പശ്ചാത്തലവും ഒക്കെയാണ്. ഇതൊരു വലിയൊരു പ്രശ്നമായിട്ട് സാഹിത്യ മേഖലയിൽ കാണുന്നില്ലേ? ഞാൻ അതാണ് ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത്. തീർച്ചയായിട്ടും മാഷെ, തീർച്ചയായിട്ടും ഇതൊരു പ്രശ്നം തന്നെയാണ്. പിന്നെ നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടം, എനിക്ക് തോന്നുന്നു അതിൻ്റെ പരിസരത്തിൽ വെച്ച് വേണം നമ്മൾ കാണാനായിട്ട്. കാരണം നമ്മൾ ഈ സത്യാനന്തരം എന്നൊക്കെ പറയുന്ന ഒരു യുഗത്തിൽ ജീവിക്കുന്നവരാണ്. ആത്യന്തികമായിട്ടുള്ള സത്യങ്ങളില്ല, അത്തരം ഗ്രാൻഡ് നാരേറ്റീവ്സ് ഇല്ല എന്നൊക്കെ പറയുമ്പോഴും നമ്മൾ സത്യമെന്ന് കരുതുന്നത് ഫാക്ട്സിനെ ഒന്നുമല്ല എന്ന്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ബിലീഫ്സിനെ തന്നെ, ഇപ്പം നമ്മളുടെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസ് എടുത്തു നോക്കൂ, നമ്മളുമായിട്ട് യോജിച്ച് നിൽക്കുന്നവരുടെ കൂടെ മാത്രമേ നമ്മൾ നിൽക്കൂ. നമ്മൾ എക്കോ ചേമ്പേഴ്സായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ തന്നെ ശബ്ദങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ തന്നെ ആഗ്രഹങ്ങൾ, നമ്മുടെ തന്നെ വിശ്വാസങ്ങൾ ഒക്കെ പ്രതിധ്വനിക്കുന്ന, അല്ലെങ്കിൽ പ്രതിധ്വനിപ്പിക്കുന്ന, റിഫ്ലക്റ്റ് ചെയ്യുന്ന ആൾക്കാരെ മാത്രം ഒത്തുചേർത്ത് നിർത്തിക്കൊണ്ട്, കൂടെ നിർത്തിക്കൊണ്ട് നമ്മൾ നമ്മുടേതായ ഇൻ്റർപ്രിട്ടേഷൻസിൻ്റെ ഒരു വലിയ ഇക്കോ ചേമ്പറാണ് നമ്മൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഇത്തരം ഇക്കോ ചേമ്പേഴ്സിനകത്ത് ഇൻ്റർപ്രിട്ടേഷൻ എന്നുള്ള വാക്കിന് തന്നെ അർത്ഥമുണ്ടോ എന്നെനിക്ക് അറിയില്ല. കാരണം വി ബിലീവ് വാട്ട് വി വോണ്ട് ടു ബിലീവ്, വി ബിലീവ് വാട്ട് വി തിങ്ക് വി നീഡ് ടു ബിലീവ്. അപ്പം ഇതിനകത്ത് ആസ്വാദനം, ഇൻ്റർപ്രിട്ടേഷൻ, ഹെർമന്യൂട്ടിക്സ് പോലും അതിൻ്റെ വളരെ പരിമിതമായ അർത്ഥങ്ങളിൽ മാത്രമേ നമുക്ക് പ്രയോഗിക്കാൻ പറ്റുള്ളൂ എന്നെനിക്ക് തോന്നുന്നു. പിന്നെ ഒരു കോണ്ടെക്സ്റ്റിൽ നിന്ന് നടത്തിയെടുത്ത്, അവിടെയാണ് റുഷ്ദിയുടെ ആ വളരെ രസകരമായ ഒരു പാസേജ്, ഭാഷ തന്നെ ഒരു നൈഫാക്കാം, ഒരു കത്തിയാക്കാം എന്ന് പറഞ്ഞുകൊണ്ട് റുഷ്ദി നടത്തുന്ന ആ ഒരു എഴുത്തിൻ്റെ ഒരു പ്രതിരോധം പക്ഷേ അവിടെ വളരെ വളരെ റെലവൻ്റായിട്ട് മാറുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. കാരണം നമ്മളുടെ ഭാഷ കൊണ്ട് ഇതിന് പ്രതിരോധം തീർക്കാം എന്നാണ് റുഷ്ദി പറയുന്നത്. ആ ഇൻറ്റിമസി, ഒരു പരിചയമില്ലാത്ത ആൾക്കാർ, അല്ലെങ്കിൽ ഒട്ടും ഇൻറ്റിമസി ഇല്ലാത്ത, വായനയിലൂടെ നമ്മളുമായിട്ട് സംവദിക്കാതെ ആ ഇൻറ്റിമേറ്റ് ആയിട്ടുള്ളൊരു സ്പേസ് ക്രിയേറ്റ് ചെയ്യാതെ തന്നെ നമ്മളെ നിരാകരിക്കുന്ന, അല്ലെങ്കിൽ നമ്മളെ തച്ചുടയ്ക്കാൻ ശ്രമിക്കുന്ന വായനയുടെ ഇൻറ്റിമസി ഇല്ല എന്ന് ഞാൻ വീണ്ടും വീണ്ടും ഊന്നി പറയുന്നു. അപ്പോൾ എന്താണ് അവർക്ക് വേണ്ടത് എന്നുള്ളൊരു ചോദ്യം അവിടെ വരുന്നുണ്ട്. ഇപ്പം ഹരീഷ് ആവട്ടെ അല്ലെങ്കിൽ റുഷ്ദി ആവട്ടെ, ഇവരെ വായിക്കാതെ ഇവരുടെ പുസ്തകങ്ങൾ കത്തിക്കുക എന്ന് പറയുമ്പോൾ അവിടെ നടക്കുന്ന പ്രക്രിയ മറ്റൊന്നാണ്. അത് മാഷിനും അറിയാം, എനിക്കും അറിയാം. അപ്പോൾ ഇതിനെ പ്രതിരോധിക്കാൻ ഒരുപക്ഷെ ഒരു കൂട്ടായ്മ തന്നെ വേണം, ഒരു പൊതുബോധം. ഇപ്പം ഈ പേരിനെ പറ്റി ചോദിച്ചു, അതൊരു പൊളിറ്റിക്കൽ ആയിട്ട് അങ്ങനെയാണ്, അൻസാരിയെ പോലുള്ളവരൊക്കെ അത് അങ്ങനെ വായിച്ചിട്ടുമുണ്ട്, ഒരു ഓഥർ ഫങ്ഷൻ എന്നൊക്കെ പറയുന്ന തരത്തിൽ. പക്ഷേ നമ്മൾ അവിടെയും ഈ എഴുത്തുകാരനെ അടർത്തിയെടുത്ത് സന്ദർഭങ്ങളിൽ നിന്ന് ഒരു അദ്ദേഹം എഴുതിയ കഥകളുടെ ഒരു വലിയ റെപ്പത്വയിൽ നിന്ന് ഒരു ചെറിയ ഒരു പാസേജ് മാത്രം അടർത്തിയെടുത്ത് വിശകലനം ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു വല്ലാത്ത ഡിസ്റെസ്പെക്റ്റും കൂടിയാണ് ആ എഴുത്തിനോട് നമ്മൾ കാണിക്കുന്നത്. പക്ഷേ അങ്ങനെ ഒരു റെവറൻസ് വേണോ എന്ന് ചോദിച്ചാൽ വേണ്ടെന്ന് തന്നെയാണ് ഈ കാലഘട്ടത്തിൽ പറയുന്നത്. അത്തരം റെവറൻസുകളുടെയൊക്കെ കാലങ്ങൾ, ഇറവറൻസാണ് ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഒരു വലിയ ആ ഇറവറൻസ് ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു, ഞാനത് ഹരീഷിനോടും കൂടെ ചോദിക്കാൻ ഉദ്ദേശിച്ച എനിക്ക് ചോദിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, പക്ഷേ ചോദിക്കാൻ ഉദ്ദേശിച്ച ഒരു ചോദ്യമാണ്. കാരണം അത്തരം റെവറൻസുകൾ നമ്മൾ എന്തിനു പ്രതീക്ഷിക്കണം? കാരണം എനിക്ക് തോന്നുന്നു ഇറവറൻസും ഒരു തരത്തിൽ ആ വർക്കിനോടുള്ള സംവദിക്കുകയാണെങ്കിൽ, വായിച്ച് അതിനോട് സംവദിക്കുകയാണെങ്കിൽ ആ ഇറവറൻസ് വെൽക്കം ചെയ്യുന്ന ഒരാളാണ് ഞാൻ. പക്ഷെ വായിക്കാതെ സംവദിക്കുന്നതിന്, അല്ലെങ്കിൽ വായിക്കാതെ കത്തിക്കുന്നതിന് അതിന് എന്ത് പേര് വിളിക്കണം എന്നുള്ളത് വളരെ ക്ലിയറാണ്. അല്ലേ ഹരീഷ്, എന്ത് തോന്നുന്നു? തീർച്ചയായിട്ടും അത് വളരെ പ്രധാനമാണ് പറഞ്ഞത്. നമ്മളോട് അല്ലാതെ ഇപ്പോൾ വായനയ്ക്ക് ശേഷം നമ്മളോട് ഏത് തരത്തിൽ സംബന്ധിച്ചാലും നമുക്ക് കുഴപ്പമില്ല, അതിനെ ആ തരത്തിൽ എടുത്തോട്ടെ, കുഴപ്പമില്ല. അതിന് വിമർശനങ്ങളെ തീർച്ചയായിട്ടും സ്വീകരിക്കണം, അതാണല്ലോ ജനാധിപത്യം. അതാണ് ഇപ്പം സാറ് പറഞ്ഞ ഒരു കാര്യം പ്രധാനമായിട്ട് എനിക്ക് തോന്നുന്നത്, സാറ് പറഞ്ഞല്ലോ രാമകൃഷ്ണപിള്ള എഴുതിയൊരു കാര്യത്തിലെ ഒരു ചെറിയ ഭാഗമെടുത്ത് അദ്ദേഹത്തെ തികഞ്ഞ വർഗീയവാദിയാക്കി ആക്കുന്നൊരു സമീപനം ഉണ്ടായിരുന്നു അടുത്ത കാലത്ത്. അതായത് ചില വാക്കുകളുടെ പദങ്ങളുടെ പേരിൽ ഒരാളെ ക്യാൻസൽ ചെയ്യുന്ന ഒരു സമീപനം ഭയങ്കരമായിട്ടുണ്ട്. അത് വർഗീയവാദികളുടെ പക്ഷത്തു നിന്ന് മാത്രമല്ല, വേറൊരു സൈഡിൽ നിന്ന് ഇതുണ്ടാകുമ്പോൾ അത് നമുക്ക് ആശങ്ക ഉണ്ടാക്കുന്നുണ്ട്. ഈയിടെ സഹോദരൻ അയ്യപ്പനെ കുറിച്ചൊരു വലിയ ചർച്ച യുക്തിവാദികളുടെ ഇടയ്ക്ക് നടക്കുന്നു. യുക്തിവാദികളുടെ ഇടയ്ക്ക് ഡോക്ടർ ശ്രദ്ധിച്ച് കാണുമെന്ന് തോന്നുന്നു. പക്ഷേ സഹോദരൻ അയ്യപ്പൻ ഒരു സന്ദർഭത്തിൽ എഴുതി, ഈ ഈഴവരുടെ മതമാറ്റത്തെ കുറിച്ച് ആലോചിച്ചപ്പോൾ, അതായത് ഈഴവർ
ഈ ഹിന്ദു മതത്തിലെ അനാചാരങ്ങളിൽ നിന്ന് ജാതി വ്യവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഇടക്കാലത്ത് മതം മാറ്റം ആലോചിച്ചിരുന്നു. അപ്പോൾ സഹോദരയ്യപ്പം പറഞ്ഞു അങ്ങനെ മതം മാറുകയാണെങ്കിൽ അത് ഇസ്ലാമിലേക്ക് മാറുന്നതാണ് കൂടുതൽ നല്ലതെന്ന് അദ്ദേഹം പറഞ്ഞു. അത് വേറെ അർത്ഥത്തിൽ അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം ഈ മതം മാറാൻ വേണ്ടി പറഞ്ഞതല്ലത്. മാറുകയാണെങ്കിൽ ഇസ്ലാം കുറച്ചുകൂടി ഒരു സംഘടിത മതമാണല്ലോ, അതായിരിക്കും നല്ലതെന്ന് അദ്ദേഹം പറഞ്ഞതിനെ എടുത്തുകൊണ്ട് അദ്ദേഹം ഒരു യുക്തിവാദിയല്ല, ഒരു മതപക്ഷപാതിയാണെന്ന് പറയുന്ന ഒരു വ്യാഖ്യാനമൊക്കെ ഉണ്ടായിരുന്നു. അദ്ദേഹം അതുവരെ ചെയ്ത എല്ലാ കാര്യങ്ങളെയും മാറ്റിവെച്ചു. അല്ല, അങ്ങനെ ഒരു സമീപനം ഒട്ടും ശരിയല്ല നമ്മുടെ സമൂഹത്തിൽ നിന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഏത് പക്ഷത്തുനിന്ന് വന്നാലും അത് ശരിയല്ല, കൃത്യമാണ്. ഇത് ഡോക്ടർ പറഞ്ഞത് തന്നെ സംവാദം വളരെ നല്ലത് തന്നെയാണ്, യാതൊരു സംശയവുമില്ല. അത് വേണ്ടത് തന്നെയാണ് തീർച്ചയായിട്ടും. സംവദിക്കാതെ ആ ഇൻറ്റിമേറ്റ് സ്പേസ് ക്രിയേറ്റ് ചെയ്യാതെ നടത്തുന്ന വയലൻസുകളാണ് എനിക്ക് തോന്നുന്നത് നമ്മൾ കരുതിയിരിക്കേണ്ട ഒരു കാര്യം. കാരണം അവിടെ ഒരു ഇൻറ്റിമസി ഇല്ല. ഇല്ല 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 മുൻവിധിയോടുകൂടി ആക്രമിക്കുക, മുൻവിധിയോടെ മാത്രമാണ്. രാജഗോപാൽ നമ്മളോട് ഉണ്ട്. രാജഗോപാൽ എന്തെങ്കിലും പറയൂ. ഞാൻ പറഞ്ഞ വലിയ വിവാദമാവും. ഞാൻ എക്സലന്റ് ലെക്ചർ. ഐ ലേൺഡ് എ ലോട്ട് ഓഫ് തിങ്സ്. താങ്ക് യു വെരി മച്ച്. നോ ഐ വിൽ നോട്ട് സ്പീക്ക്. ഞാൻ ചെറുതായിട്ട് പറയാം. ഐ തിങ്ക് ഒരു കാര്യം കേരളത്തില് പ്രത്യേകിച്ച് ഒരു ലാസ്റ്റ് 10 years ആണെന്ന് തോന്നുന്നു, വി ഹാവ് ഇനഫ് ഫോറംസ് ടു എക്സ്പ്രസ് അവർസെൽവ്സ് താങ്ക്സ് ടു സോഷ്യൽ മീഡിയ. അപ്പൊ ഇറ്റ്സ് മോർ ഓർ ലെസ് ക്ലിയർ നൗ വാട്ട് വി മീൻ ബൈ ഒരു ഫോറം. അതായത് നേരത്തെ പറഞ്ഞ, അതായത് intimacy of reader, no intimacy of whoever the recipient of any workout. We know who is receiving what. Now it's very clear. I'm making a very controversial and very conscious statement. Now we know who stands where, who is serious about interpreting things when you receive a work of anything, work of art, work of journalism, work of movie. We know, and now I think it's time to stop talking and choose, you know. By that I mean that Madhrubhumi ingane oru karyam cheyidittundenkil we should have the courage to say that I will not involve myself with anything that Madhrubhumi does. Are we willing to do that? Advocate Jayshankar, he is one of the, I'm accusing him by name. He appears in a hate site, you know. Are we willing to say that I will not engage with him? Because we had enough time. We have 10 years we have engaged with all these people. They have exploited us to the maximum and they have attained legitimacy. Now is the time we have to choose. We will, Dr. Professor Pilla completely agree. There should be irreverence. Whatever we write, whatever we say, whatever we think, it should be challenged. At every level, it should be challenged. But it should be challenged by people who are willing to engage with us, you know, not who are going to, you know, who know. Right now, what is happening is that they are using us to gain legitimacy, which they've already gained. I don't know, why should we tolerate them? I have a very, very tolerate them. I'm not saying that we should shut them out or let them have their own space, let them have their own echo chambers. But when we engage with people, we should know, there should be a qualitative filtering has to happen. Otherwise, what is happening? Meeting Harish Barnada, Dr. Ravichandran meeting Kozhikode. Dr. Azad is one of the, I don't know why he went there, you know, and you know how he has been misinterpreted. Why whatever he said has been twisted out of shape, and they gained huge mileage out of it. He should not have gone there. That's what I'm saying. So we have to, this is my personal opinion. That's why I said it will be controversial. So I'm naming people because there's no point hiding behind this. So it is high time that we choose who we are having discussion, who we are going to have intimacy with, like say there's a reader or non-reader. The thing that we have to choose also. Unfortunately, I don't think that is happening. Whoever is getting more eyeballs, whoever is acting as a better clickbait, they're getting the platforms, they're getting, and we are being willy-nilly forced to join them also. I refuse to do that anymore. I have also made mistakes. Now I'm very conscious of who I'm interacting with, who I'm associating with. I'm very conscious. I think more and more of us we should do that. I'm not lecturing others. Obviously, everybody has a right to take decision, but at some point we have to do this. You know, how is Madhrubhumi, after doing all this, still continues to pretend itself as it has a literary festival also in it. I have also taken part in it. Now I will not, because it has no right to do that. You know. How can they ban a novel after three parts, and then even that's what I'm saying. I am also guilty. I took part in it even after that, knowing fully well what they have done. And what the newspapers are doing, media. Unfortunately, I have to mention media. Where the group Manorama is holding another big literary festival.
I don't think anyone has any right to do this thing. And we should not involve ourselves with them. That is what I'm saying. And so I think I should stop. Otherwise, what all the cases will be filed against you, I don't know, defamation cases, that case, this case. But it's an excellent lecture. I'm very grateful that you invited me. I learned a lot of things. Thank both Harish and Professor Pillai. It was excellent. Thank you. Mustafa? Hello, Mustafa? ഇല്ല മാഷെ, ഞാൻ പ്രിപ്പയർഡ് അല്ല. ഞാൻ ഇപ്പൊ സംസാരിക്കുന്നില്ല. Okay, okay. എനിക്ക് തോന്നുന്ന മറ്റു ചോദ്യങ്ങളൊന്നും ഇല്ലാന്ന് കരുതാം. എനിക്കൊന്ന് ആ വെയിറ്റ് ചെയ്യാം. ആ ഇത് മാത്രമല്ല, ഇവിടെ കുറച്ച് കണക്ഷൻ ഇഷ്യൂസും ഉണ്ട്. ഉണ്ടല്ലേ? ഓക്കെ. ഹരീഷ്, നമുക്ക് നിർത്താമോ? ഓക്കെ, മറ്റു ചോദ്യങ്ങളില്ലെങ്കിൽ നമുക്ക് അവസാനിപ്പിക്കാം. ഒന്ന് കൺക്ലൂഡ് ചെയ്യാം. ഏതായാലും അദ്ദേഹം പക്കമോലോ മരിച്ചിട്ട് ഇന്ന് 92 വർഷം തികയാണെന്ന് തോന്നുന്നു. ആ സമയത്ത് നടന്ന ഈ ചർച്ച വളരെ അർത്ഥവത്തും ആഴത്തിലുള്ളതുമാണെന്ന് ഞാൻ കരുതുന്നു. ഒരു കാര്യം കൂട്ടിച്ചേർക്കാനുള്ളത്, രാജഗോപാൽ സാർ പറഞ്ഞുകൊണ്ട് ഉള്ള എനിക്കൊരു ചെറിയ വിയോജിപ്പുള്ളത്, നമ്മൾ മറ്റുള്ളവരുമായിട്ട് സംവദിക്കണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. എതിരാളികളാണെങ്കിൽ പോലും അവർ ഫാസിസ്റ്റുകളായിരിക്കാം. കാരണം ജനാധിപത്യത്തിൻ്റെ നട്ടെല്ല് സംവാദമാണ്. അവരുടെ അതേ നിലപാട് പലപ്പോഴും നമുക്ക് എടുക്കാൻ പറ്റിയെന്നിരിക്കില്ല. നമ്മൾ പരമാവധി സംവദിക്കണം, പരമാവധി. പക്ഷെ ചില സമയത്ത് നമുക്ക് ചില കടുത്ത നിലപാടുകൾ എടുക്കേണ്ടി വരും. അതിനോട് യോജിക്കുന്നു. കാരണം അവർക്ക് കിട്ടുന്ന വിസിബിലിറ്റി എന്ന കാര്യത്തെ ഉപയോഗിക്കുന്നുണ്ട് അവർ. അതുകൊണ്ട് തീർച്ചയായിട്ടും. പക്ഷെ പരമാവധി സംവാദമായിരിക്കണം ജനാധിപത്യത്തിൻ്റെ ഒരു കാര്യം എന്ന് ഞാൻ വിചാരിക്കുന്നു. ഏതായാലും വളരെ സന്തോഷം. ഡോക്ടർ മീനാക്ഷി പിള്ള വളരെ ആഴത്തിലും വളരെ വിശദമായിട്ടും ഈ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചു. ഇന്നത്തെ ദിവസം ധന്യമാക്കി. സന്തോഷം. നമുക്ക് അവസാനിപ്പിക്കാമെന്ന് കരുതുന്നു. Thanks a lot, Professor Meena Pillai. Thank you. Thanks, Harish. Thank you. Thanks, everyone. Thank you. Thank you.